ഔട്ട്സൈഡേഴ്സ് അധ്യായം 14. ജനറൽ വാർഡിനരികെയുള്ള പബ്ലിക് ഫോണിനടുത്തേക്ക് അവിനാശ് തിടുക്കത്തിൽ ചെന്നു. ചില നമ്പരുകൾ അമർത്തി. അമീർ അബ്ബാസിനെ എളുപ്പം ലൈനിൽ കിട്ടി. എന്റെ കയ്യിൽ നിന്നും ചില വിവരങ്ങൾ ചോർന്നു പോയിട്ടുണ്ട്, അവിനാശ് തുറന്നു പറഞ്ഞു. എന്ത് വിവരങ്ങൾ? അമീർ അബ്ബാസ് തിരക്കി. ഒമർ ജഹാംഗീർ ബാബയെക്കുറിച്ചുള്ളത്, അവിനാശ് വ്യക്തമാക്കി. അത് സാരമില്ല, ഞാൻ വേണ്ടത് ചെയ്തോളാം. നീ വല്ലാതെ പരിഭ്രമിക്കുകയൊന്നും വേണ്ട. ഞാൻ ഇവിടം വിടാൻ ആലോചിക്കുകയാണ്, അവിനാശ് അറിയിച്ചു. ഒന്നും എടുത്തുചാടി തീരുമാനിക്കരുത്. നീ ഇപ്പോൾ മുഹമ്മദ് അൽ ഹുസൈന്റെ താവളത്തിലാണുള്ളത്. അപ്പോൾ നിനക്ക് അയാളുടെ നീക്കങ്ങളെ പറ്റിയുള്ള വിവരങ്ങൾ മനസ്സിലാക്കാൻ കഴിയും. അത് ഞങ്ങൾക്ക് കൈമാറുക. നീ ഇനി വേണ്ടത് അയാളുടെ വിശ്വസ്തനാണെന്ന് അഭിനയിക്കുകയാണ്, അമീർ അബ്ബാസ് സൂചിപ്പിച്ചു. ഡബിൾ ഏജന്റ്, അവിനാശ് പിറുപിറുത്തു. അതൊന്നും ആലോചിച്ച് തല പുണ്ണാക്കേണ്ട. നിർദ്ദേശങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുക, അത്രമാത്രം. പിന്നെ ഇന്നു രാത്രി നമ്മൾ ഫെമിഷയുമായി സന്ധിക്കും, തയ്യാറായിരിക്കുക. അതും പറഞ്ഞ് അമീർ അബ്ബാസ് ഫോൺ വെച്ചു. അവിനാശ് ഫോണും പിടിച്ച് ഒട്ടുനേരം നിന്നു. ഇതെന്താ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത്? നഴ്സ് ഷാഹിന അരികിലേക്ക് വന്നു. അവിനാശ് ചിന്തകളിൽ നിന്നും ഉണർന്നു. എവിടെയാണ് ഡോക്ടർ സുനേത്രയുടെ മുറി? അവിനാശ് തിടുക്കത്തിൽ ചോദിച്ചു. അപ്പോൾ കാര്യങ്ങൾ അവിടം വരെ എത്തിയോ? ഷാഹിന സംശയത്തോടെ അവിനാശിനെ നോക്കി. അവളുടെ ചോദ്യത്തിന്റെ പൊരുൾ മനസ്സിലാക്കാൻ പറ്റിയില്ല. അവൾ ബി ബ്ലോക്കിലുള്ള സുനേത്ര ജോഷിയുടെ ഡ്യൂട്ടി റൂം പറഞ്ഞുകൊടുത്തു. അവിനാശ് എന്തൊക്കെയോ പിറുപിറുത്തുകൊണ്ട് നടന്നു നീങ്ങുന്നത് ഷാഹിന അല്പനേരം നോക്കി നിന്നു. അവിനാശ് ചെന്നെത്തിയത് സൈക്യാട്രിക് സെക്ഷനിൽ. അവനൊന്ന് പകച്ചു. സുനേത്ര ജോഷി സൈക്യാട്രിസ്റ്റ് ആണോ? അപ്പോൾ തനിക്ക് മാനസിക കുഴപ്പങ്ങൾ ഉണ്ടെന്നാണോ ശൈലജ റാവു കരുതിയിരിക്കുന്നത്? അവിനാശ് കയറി ചെല്ലുമ്പോൾ ഡോക്ടർ സുനേത്ര ജോഷി സെൽഫോണിലൂടെ ആരോടോ പതിഞ്ഞ സ്വരത്തിൽ സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. മുഹമ്മദ് അൽ ഹുസൈനാടാവുമോ എന്ന സംശയം അവനുണ്ടായിരുന്നു. ആരോടെങ്കിലും ആയിക്കൊള്ളട്ടെ, അതൊക്കെ എന്തിന് താൻ ശ്രദ്ധിക്കണം? അവിനാശിനെ കണ്ടയുടൻ ഞാൻ പിന്നീട് വിളിക്കാമെന്ന് പറഞ്ഞ് സെൽ ഓഫ് ചെയ്ത് അവനെ നോക്കി ഹൃദ്യമായി ചിരിച്ചുകൊണ്ട് ഇരിക്കാൻ നിർദ്ദേശിച്ചു. അവിനാശ് ചുറ്റിലുമൊന്ന് കണ്ണോടിച്ച ശേഷം ചെയർ നീക്കിയിട്ട് അതിലിരുന്നു. സുനേത്ര ജോഷി ചെറുപ്രായമാണ്, 25 വയസ്സിൽ കൂടില്ല. ഭംഗിയുള്ള മുഖം, ഗോൾഡൻ ഫ്രെയിമുള്ള സ്പെക്സ്, ചുരിദാറാണ് വേഷം. ഷാൾ അലസമായി കഴുത്തിലൂടെ ചുറ്റിയിട്ടിരിക്കുന്നു. നെയിൽ പോളിഷിൽ തിളങ്ങുന്ന സ്വർണ്ണ നഖങ്ങൾ. ഗ്ലാസ് ടേബിളിൽ വിരലുകൾ അലസമായി തെന്നി നീങ്ങുന്നു. അവളുടെ ചുണ്ടിൽ എപ്പോഴും ഒരു പുഞ്ചിരി നിറഞ്ഞു നിന്നിരുന്നു. ഡോക്ടർ അവിനാശ്? അതെ, ഞാൻ തന്നെയാണ്. ഞാൻ നിങ്ങളെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. എന്നെക്കുറിച്ചുള്ള അപവാദ കഥകളാവും കേട്ടിരിക്കാൻ സാധ്യത. അതൊട്ടും ഞാൻ ഗൗരവമായി കണക്കാക്കിയിട്ടില്ല. ഞാൻ ഉദ്ദേശിച്ചത് അവിനാശിന്റെ ലിറ്ററേച്ചറിനെ കുറിച്ചാണ്, സുനേത്ര വ്യക്തമാക്കി. അവിനാശ് അല്പം ഒന്നടങ്ങി. അവൾ ഷെൽഫിനകത്ത് നിന്നും ഒരു പുസ്തകമെടുത്ത് മേശപ്പുറത്തു വെച്ചു. അത് അവിനാശ് എഴുതിയ ഫിക്ഷനായിരുന്നു. എനിക്കിത് വളരെ ഇഷ്ടപ്പെട്ടു, സുനേത്ര അഭിപ്രായപ്പെട്ടു. അത് മുഴുവൻ ഫാന്റസിയാണ്, അവിനാശ് പറഞ്ഞു. അതെ, മനസ്സിൽ വിഭ്രാന്തി പടർത്തുന്ന രചന. വായിച്ചപ്പോൾ യാഥാർത്ഥ്യം എന്താണ്, സ്വപ്നം എന്താണെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു ഞാൻ, സുനേത്ര അറിയിച്ചു. അവളുടെ സംസാര രീതി അവനിഷ്ടമായി. അവിനാശിനെ പരിചയപ്പെടണമെന്ന് മുൻപേ ഞാൻ ആഗ്രഹിച്ചിരുന്നതാണ്. പക്ഷേ നിങ്ങളിലേക്ക് എത്തിച്ചേരാൻ പെട്ടെന്നൊന്നും കഴിഞ്ഞില്ല. എന്തായാലും ഇങ്ങനെയൊരു കൂടിക്കാഴ്ച ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചതായിരുന്നില്ല, അവൾ വ്യക്തമാക്കി. അവിനാശ് വെറുതെ ചിരിക്കുക മാത്രം ചെയ്തു. ഞാനൊന്ന് ചോദിച്ചോട്ടെ, എഴുതുമ്പോൾ മാത്രമാണോ നിങ്ങൾ ഫാന്റസിയിലേക്ക് കടക്കുന്നത്, അതോ അല്ലാത്ത സമയത്തും? സുനേത്രയുടെ ചോദ്യം അതല്പം കുഴപ്പിക്കുന്നതാണ്. ചിലപ്പോഴൊക്കെ, അവിനാശ് സൂചിപ്പിച്ചു. ഭ്രാന്തൻ സ്വപ്നങ്ങൾക്കും നേരവും കാലവും ഒന്നുമില്ലല്ലോ. അതെപ്പോൾ വേണമെങ്കിലും കടന്നുവരാം, ഏത് സമയത്തും ഇറങ്ങിപ്പോവുകയും ചെയ്യും. മനസ്സിന്റെ നിയന്ത്രണങ്ങൾ അയയുമ്പോൾ നടക്കുന്നത് അഴിഞ്ഞാട്ടമാണ്. ആ അവസ്ഥ വിവരിക്കാൻ പറ്റുന്നതല്ല, പ്രത്യേകിച്ച് സുനേത്രയോട് പറയാനും വയ്യ. അവൾ അത് തനിക്ക് മാനസിക തകരാറാണെന്ന് കണക്കുകൂട്ടിയേക്കും. യഥാർത്ഥ ജീവിതവും ഫാന്റസിയും തമ്മിൽ കൂടിക്കുഴഞ്ഞു പോകുന്ന അവസ്ഥയുണ്ടാകാറുണ്ടല്ലേ? സുനേത്ര അന്വേഷിച്ചു. ശരിയാണ്, അവിനാശ് സമ്മതിച്ചു. എഴുതുന്ന കഥകളിലെ കഥാപാത്രങ്ങൾ അല്ലെങ്കിൽ വായിച്ച കഥകളിലെ ക്യാരക്ടറുകൾ പലപ്പോഴും നിങ്ങളുടെ മനസ്സിൽ യാഥാർത്ഥ്യമായി പരിണമിക്കാറുണ്ട്, സത്യമല്ലേ? അവിനാശ് മൂളി. സുനേത്ര തന്റെ മനസ്സ് വായിച്ചു കൊണ്ടിരിക്കുകയാണ്. അവൾ ചോദിക്കുന്നതും പറയുന്നതുമൊക്കെ സത്യമാണ്. കുറെ നേരം കൂടി സുനേത്രയുടെ മുന്നിലിരുന്നാൽ തന്റെ മനസ്സിലുള്ള രഹസ്യങ്ങൾ ഓരോന്നായി അവൾ കുത്തിപ്പൊക്കി വെളിയിലെടുത്തേക്കും.
അവിനാഷ് അസ്വസ്ഥനായി. സുനേത്രയുടെ മുഖത്ത് നോക്കുമ്പോൾ ഒന്നും ഒളിപ്പിച്ചു നിർത്താനും കഴിയാത്തതുപോലെ. ശൈലജ റാവു നിർദ്ദേശിച്ചതിനനുസരിച്ചാണ് ഞാൻ സുനേത്രയെ കാണാൻ വന്നത്. നല്ലൊരു പ്രായമുള്ള സ്ത്രീയെയാണ് ഞാൻ പ്രതീക്ഷിച്ചത്. ഇവിടെ എത്തിയപ്പോഴാണ് മനസ്സിലായത് കൊച്ചുകുട്ടിയാണെന്ന്. അവിനാഷ് വിഷയം പതുക്കെ മാറ്റിക്കൊണ്ട് പറഞ്ഞു. സുനേത്ര അതു കേട്ട് കുലുങ്ങി ചിരിച്ചു. എന്നെ അത്രയ്ക്കങ്ങ് കൊച്ചാക്കി കളയരുത്. സുനേത്ര ചിരി നിർത്താതെ പറഞ്ഞു. ഞാൻ ആ അർത്ഥത്തിൽ പറഞ്ഞതല്ല. ആ മുഖത്തെ കണ്ണടയൊന്ന് മാറ്റിയാൽ 18 വയസ്സിനപ്പുറം തോന്നിക്കില്ല. അങ്ങനെ തോന്നാതിരിക്കാൻ വേണ്ടിയാണല്ലോ ഈ സ്പെക്സ് ഞാൻ നിത്യവും ധരിക്കുന്നത്. ആർ യു മാരീഡ്? അല്ല. നിങ്ങൾ വിവാഹം കഴിക്കാത്തത് എന്തുകൊണ്ടാണ്? സുനേത്ര അന്വേഷിച്ചു. അവിനാഷ് എന്തോ ആലോചനയിലായിരുന്നു. വയസ്സ് 35 കഴിഞ്ഞിട്ടും ബാച്ചിലറായി തുടരുന്നതിന്റെ രഹസ്യം പറഞ്ഞു തന്നാൽ എനിക്കിപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന മാരേജ് പ്രപ്പോസലുകളിൽ നിന്നും ഒഴിഞ്ഞു മാറി ഞാനും നിങ്ങളെപ്പോലെ ബാച്ചിലർ ലൈഫ് തിരഞ്ഞെടുക്കാം. സുനേത്ര തമാശ മട്ടിൽ പറഞ്ഞു. പ്രത്യേകിച്ച് ഒരു കാരണവുമില്ല. അതേക്കുറിച്ചൊന്നും ഞാൻ ആലോചിച്ചിട്ടില്ല. ഫെമിഷയുടെ കാര്യം മറച്ചു വെച്ചുകൊണ്ട് അവിനാഷ് അറിയിച്ചു. പക്ഷേ പ്രണയം നിങ്ങളുടെ രചനയിൽ തീവ്രമായി നിലനിൽക്കുന്നുണ്ടല്ലോ. പ്രണയാനുഭവങ്ങൾ ഇല്ലാത്ത ഒരാൾക്ക് അത്തരത്തിൽ എഴുതാനാവില്ല. അത് ഫാന്റസി ആണെങ്കിൽ പോലും, സുനേത്ര ഉറപ്പിച്ചു പറഞ്ഞു. ഇവൾ മനസ്സ് കുഴിച്ച് ഓരോന്നായി തോണ്ടി പുറത്തെടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. സംസാരം ഇവിടെ വെച്ച് നിർത്തുന്നതാണ് ബുദ്ധി. അവിനാഷ് കരുതി. നിങ്ങളെ അംഗീകരിക്കുന്ന ഒരു യുവതിയുടെ പ്രപ്പോസൽ വന്നാൽ അവളെ വിവാഹം കഴിക്കാൻ ഒരുക്കമാണോ? സുനേത്ര അന്വേഷിച്ചു. ബ്രോക്കർ പണിയും ഇതോടനുബന്ധിച്ച് നടത്തുന്നുണ്ടോ? അവിനാഷ് പരിഹസിച്ചു. മറ്റുള്ളവർക്ക് നല്ല ജീവിതം കണ്ടെത്തിക്കൊടുക്കുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? ഇല്ല. അതൊക്കെ പോകട്ടെ. നിന്റെ റിപ്പോർട്ടിൽ എന്നെക്കുറിച്ച് എന്താണ് എഴുതാൻ പോകുന്നത്? അവിനാഷ് തിരക്കി. എന്തെഴുതണം? അത് ഞാനല്ലല്ലോ തീരുമാനിക്കേണ്ടത്. നിങ്ങൾ പറയുന്നത് എഴുതാം. ഒരു തമാശ മട്ടിലാണ് സുനേത്ര സംസാരിക്കുന്നത്. ഒന്നിലും സീരിയസ്നെസ് ഇല്ലാത്തതുപോലെ. പക്ഷേ അവൾ സൂത്രശാലിയാണ്. അബ്നോർമൽ എന്ന് എഴുതി ചേർത്താൽ പിന്നെ എനിക്ക് പൂർണ്ണ വിശ്രമം. അവിനാഷ് പിറുപിറുത്തു. സ്വന്തം അവസ്ഥ ഇടയ്ക്കൊക്കെ തിരിച്ചറിയുന്നത് നല്ലതാണ്. എന്തായാലും ആതുര ശുശ്രൂഷ രംഗത്ത് നിങ്ങൾക്ക് വിശ്രമം അനുവദിച്ചു നൽകുന്നതിനോട് ഞാൻ അംഗീകരിക്കുന്നില്ല. അത് തെറ്റുമാണ്. പോരാത്തതിന് ജോലിയിൽ നിങ്ങൾക്കിന്നുവരെ യാതൊരു പിഴവും സംഭവിച്ചിട്ടില്ല. നിങ്ങൾക്ക് വേണ്ടത് മാനസികോല്ലാസമാണ്. അത് നേടണമെങ്കിൽ കുടുംബവും കുട്ടികളുമൊക്കെ വേണം. സുനേത്ര വ്യക്തമാക്കി. അവിനാഷിന്റെ മുഖം വിളറി. ഒരു കൊച്ചു കുഞ്ഞിന്റെ കരച്ചിൽ മനസ്സിൽ മുഴങ്ങുന്നു. അവിനാഷ് കണ്ണുകൾ ഇറുകെ ചിമ്മി. അവിനാഷ്, എനിത്തിങ് റോങ്? സുനേത്ര തട്ടി വിളിച്ചു. അവിനാഷ് കണ്ണു തുറന്നു. ഒന്നുമില്ല. അവൻ പിറുപിറുത്തു. ഓക്കെ, റിലാക്സ്. സുനേത്ര കുറെ നേരത്തേക്ക് മറ്റെന്തൊക്കെയോ ആലോചിച്ചു. അവളൊരു പേപ്പറിൽ എന്തൊക്കെയോ കുറിച്ചിട്ടു. എന്താണ് ആലോചിക്കുന്നത്? സുനേത്ര ഒടുവിൽ ചോദിച്ചു. ഒന്നുമില്ല. അവൻ തിടുക്കത്തിൽ എണീറ്റ് വെളിയിലേക്ക് നടന്നു. പുതുതായിട്ട് വല്ലതും എഴുതുന്നുണ്ടോ? അവിനാഷിന് പിറകെ നടന്നു ചെന്നുകൊണ്ട് സുനേത്ര തിരക്കി. ഷാഡോസ് ഓഫ് ദ ഗോസ്റ്റിന്റെ രചനയിലാണ്. അവിനാഷ് തിരിഞ്ഞു നോക്കിക്കൊണ്ട് അറിയിച്ചു. അതും ഫാന്റസിയാണോ? കുറച്ചൊക്കെ. റിയാലിറ്റിയിലേക്ക് തിരിച്ചു വന്നുകൂടെ? അവളുടെ ചോദ്യം അവൻ കേട്ടില്ലെന്ന് നടിച്ചു. വേഗത്തിൽ നടന്നു. സുനേത്ര അവനെ സംശയത്തോടെ നോക്കി. അവിടെ തന്നെ കുറച്ചു നേരം നിന്നു. യാഥാർത്ഥ്യങ്ങളിൽ നിന്നും ഒളിച്ചോടാനുള്ള വെമ്പലാണ് അവിനാഷ് പ്രകടമാക്കുന്നതെന്ന് സുനേത്രയ്ക്ക് തോന്നി. എന്തിൽ നിന്നൊക്കെയോ അവൻ ഒളിഞ്ഞു നടക്കുകയാണ്. ഫാന്റസിക്കകത്ത് ഒളിഞ്ഞു താമസിക്കുകയാണ് അവന്റെ മനസ്സ്. അവിനാഷ് നേരിടുന്ന യാഥാർത്ഥ്യം എന്താണ്? അത് അഭിമുഖീകരിക്കാൻ അവനെ പ്രാപ്തനാക്കിയാൽ മറ്റു കുഴപ്പങ്ങളിൽ നിന്നൊക്കെ അവിനാഷിനെ രക്ഷപ്പെടുത്താൻ കഴിയും. ഇല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള പ്രശ്നങ്ങളിൽ കുരുങ്ങി അവിനാഷ് സ്വയം നഷ്ടപ്പെട്ടേക്കും. സുനേത്ര കരുതി. നേരിട്ട് ചോദിച്ചാൽ അവിനാഷ് ഒന്നും പറയില്ല. മറ്റു വഴികൾ തേടണം. അതുകൊണ്ടാണ് പ്രണോയിയോട് ഒന്ന് വന്ന് കാണാൻ ആവശ്യപ്പെട്ടത്. ഡോക്ടർ പ്രണോയ്, ബുദ്ധിമുട്ടിച്ചതിൽ ക്ഷമിക്കണം. അവിനാഷിനെ സംബന്ധിച്ച് ചില വിവരങ്ങൾ എനിക്ക് അറിയണമെന്നുണ്ട്. സുനേത്ര അറിയിച്ചു. അറിയാവുന്നത് പറയുന്നതിൽ എനിക്കൊരു വിരോധവുമില്ല. പ്രത്യേകിച്ച് അവന്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ എനിക്കും ഉത്കണ്ഠയുണ്ട്. പ്രണോയ് വ്യക്തമാക്കി. അവിനാഷിനെ എത്ര കാലമായിട്ട് നിങ്ങൾക്കറിയാം? ഇവിടെ അവൻ വന്നെത്തിയത് മുതൽക്ക്, അതായത് 5 വർഷത്തെ പരിചയം. നിങ്ങൾ അടുത്ത ചങ്ങാതിമാരാണല്ലോ അല്ലേ? അങ്ങനെ പറയാൻ പറ്റില്ല. അവൻ എല്ലാവരോടും ഒരേ മട്ടിലാണ് പെരുമാറിയിരുന്നത്. ആരോടും കൂടുതൽ അടുപ്പം സൂക്ഷിക്കാറില്ല. ഞാൻ എന്റെ പ്രത്യേക സ്വാതന്ത്ര്യം ഉപയോഗിച്ച് കൂടുതൽ അടുക്കാൻ ശ്രമിച്ചെന്നു മാത്രം. ഞങ്ങൾ തമ്മിൽ തന്നെ പലതവണ ഉടക്കിയിട്ടുണ്ട്. ആർക്കും അധികം പിടികൊടുക്കാത്ത പ്രകൃതമാണ് അവന്റേത്. പ്രണോയ് തുറന്നു പറഞ്ഞു. അവിനാഷിന്റെ പേഴ്സണൽ മാറ്റേഴ്സ് അറിയാൻ പറ്റിയാൽ അത് നന്നായിരിക്കും, സുനേത്ര അഭിപ്രായപ്പെട്ടു.
ഒന്നും അറിയില്ലെന്ന് പറയുന്നതും ശരി. സുനേത്രയ്ക്ക് തന്നെ നേരിട്ട് ചോദിച്ച് മനസ്സിലാക്കാൻ ശ്രമിച്ചുകൂടെ? ഇത്രയും ഒന്നിച്ചു കഴിഞ്ഞ പ്രണോയോട് അവനൊന്നും പറയാൻ തയ്യാറല്ലാത്ത സ്ഥിതിക്ക് എന്നോട് എല്ലാം തുറന്നു പറയുമെന്ന് കരുതുന്നുണ്ടോ? അതല്ല, ഞാൻ കൂടുതൽ അറിയാൻ ശ്രമിച്ചിട്ടില്ല. അതിനുവേണ്ടി വലുതായൊന്നും ട്രൈ ചെയ്തിട്ടുമില്ല. നിങ്ങളുടേതായ രീതിയിൽ സമീപിച്ചാൽ അവനിൽ നിന്നു തന്നെ എല്ലാം മനസ്സിലാക്കാൻ പറ്റും, അവിനാഷ് നിർദ്ദേശിച്ചു. ഞാനും ഒന്ന് ശ്രമിച്ചു നോക്കാം, സുനേത്ര സ്വയം എന്ന പോലെ പറഞ്ഞു. തനിച്ച് ആരോടൊക്കെയോ സംസാരിക്കുകയും അവരുമായി വഴക്കടിക്കുകയും ചെയ്യുന്ന സ്വഭാവം അടുത്ത കാലമായി അല്പം കൂടിയിരിക്കുകയാണ്, പ്രണോയ് അറിയിച്ചു. അതെ, കൃത്രിമ കഥാപാത്രങ്ങളുമായി അവൻ ഏറ്റുമുട്ടുകയാണ്. വലിയൊരു സത്യം വിഴുങ്ങാൻ പാകത്തിൽ നിൽക്കുമ്പോൾ അതിൽ നിന്നും രക്ഷപ്പെടാൻ അവിനാഷ് സ്വയം കണ്ടെത്തിയ വഴി. ആ സത്യം എന്താണെന്നു കണ്ടെത്തിയാൽ അവനെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞേക്കും, സുനേത്ര വ്യക്തമാക്കി. അങ്ങനൊരു രഹസ്യം അവിനാഷ് സൂക്ഷിക്കുന്നുണ്ടെന്ന് എനിക്കൊരിക്കലും തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ലെന്നതാണ് വാസ്തവം. മറ്റൊരു തരത്തിൽ ചിന്തിക്കുമ്പോൾ എന്തോ ഒന്ന് അവന്റെ മനസ്സിനെ വല്ലാതെ ഞെരിച്ചമർത്തുന്നുണ്ടെന്ന് ബോധ്യമാവുന്നു. പിന്നെ അവന്റെ ഷെൽഫ് യാദൃശ്ചികമായി പരിശോധിച്ചപ്പോൾ അതിൽ ഒരുപാട് കാർട്ടൂൺ പുസ്തകങ്ങൾ കാണാൻ കഴിഞ്ഞു. അവ അധികം പഴയതൊന്നുമല്ല. അവൻ ഇപ്പോഴും കാർട്ടൂൺ പുസ്തകങ്ങൾ വാങ്ങി വായിക്കാറുള്ളതായി സംശയിക്കുന്നു, പ്രണോയ് അറിയിച്ചു. അമാനുഷിക ശേഷിയുള്ള കാർട്ടൂൺ ക്യാരക്ടേഴ്സ്, അതും ഒളിച്ചോട്ടത്തിന്റെ മറ്റൊരു വഴി മാത്രം. അതിലെ കഥാപാത്രങ്ങളെ മുൻനിർത്തിയാവാം അവന്റെ തനിച്ചുള്ള സംസാരവും ഏറ്റുമുട്ടലുകളുമൊക്കെ. സുനേത്ര അത് ശരിവെച്ചുകൊണ്ട് പറഞ്ഞു. അവിനാഷ് വലിയൊരു രഹസ്യത്തിന്റെ ഭാരം ചുമക്കുന്നുണ്ട്. അതെന്താണെന്ന് കണ്ടെത്തണം, പ്രണോയ് തീരുമാനിച്ചു. അധ്യായം 15. ഫ്ളാറ്റിന്റെ വാതിലിൽ തട്ടി. അവിനാഷ് കതക് തുറന്നു. പ്രണോയിയാണ്. അമീർ അബ്ബാസോ മുഹമ്മദ് അൽ ഹുസൈനോ ആയിരിക്കുമെന്നാണ് കരുതിയത്. വല്ല തിരക്കുപിടിച്ച ജോലിയിലോ മറ്റോ ആണോ? പ്രണോയ് അന്വേഷിച്ചു. അങ്ങനൊന്നുമില്ല. വാരി വലിച്ചിട്ടിരിക്കുന്ന വസ്തുക്കളൊക്കെ അടുക്കി വയ്ക്കുകയാണ്, അവിനാഷ് അറിയിച്ചു. അതേക്കാൾ ആദ്യം അടുക്കിച്ചിട്ടൊക്കെ വയ്ക്കേണ്ടത് മറ്റൊന്നാണ്. അതെന്താണ്? നിന്റെ ക്രമം തെറ്റിയ ചിന്തകൾ, പ്രണോയ് ചിരിച്ചുകൊണ്ട് അറിയിച്ചു. അതും ശരി തന്നെ. പക്ഷേ മനസ്സിൽ ക്ഷോഭത്തിന്റെ കാറ്റ് ചീറിയടിക്കുമ്പോൾ ചിന്തകളുടെ അടുക്കുകൾ ക്രമം തെറ്റി പാറിപ്പറക്കുകയാണ്, അവിനാഷ് തമാശ മട്ടിൽ പറഞ്ഞു. കാറ്റ് ചുഴറ്റി വീശിക്കോട്ടെ. നല്ല കെട്ടുറപ്പുള്ള ചിന്തകളാണെങ്കിൽ അതേത് പ്രതികൂലാവസ്ഥയെയും തരണം ചെയ്തോളും, പ്രണോയ് വ്യക്തമാക്കി. അവിനാഷ് അതിന് മറുപടിയൊന്നും നൽകിയില്ല. ശരി, നമുക്ക് വെളിയിലേക്കൊന്ന് ഇറങ്ങാം, പ്രണോയ് നിർദ്ദേശിച്ചു. എങ്ങോട്ടായാലെന്താ? രോഗങ്ങളുടെയും മരുന്നുകളുടെയും അന്തരീക്ഷത്തിൽ നിന്നും ചെറിയൊരു റിലാക്സ് വേണ്ടേ? ശരി, ഞാൻ പെട്ടെന്ന് ഇതൊക്കെയൊന്ന് അടുക്കി വെച്ച ശേഷം വരാം. താൻ നടന്നോളൂ, പിറകെ ഞാൻ എത്താം, അവിനാഷ് അറിയിച്ചു. പ്രണോയ് വെളിയിൽ പാർക്ക് ചെയ്തിരിക്കുന്ന കാറിനരികെ ചെന്നു. 10 മിനിറ്റ് കഴിഞ്ഞ് അവിനാഷ് എത്തി. കാർ മുന്നോട്ട് നീങ്ങി. തുറന്നിട്ട വിൻഡോ ഗ്ലാസിലൂടെ തണുത്ത കാറ്റ് കുളിർമ പകരുന്നതായിരുന്നു. നീ പോർട്ട് ബ്ലെയറിൽ വരാനുണ്ടായ കാരണമെന്താണ്? ഒട്ടും നനച്ചിരിക്കാത്ത ചോദ്യം. അവിനാഷ് ഞെട്ടി. അവനത് കേട്ടില്ലെന്ന് നടിച്ചു. പ്രണോയ് ചോദ്യം ആവർത്തിച്ചു. പ്രത്യേകിച്ച് ഒരു കാരണവുമില്ല, അവിനാഷ് പിറുപിറുത്തു. അത് കള. നാട്ടിൽ നിന്നും ഇത്രയും ദൂരം താണ്ടി ഇവിടെ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യേണ്ട കാര്യമൊന്നും നിനക്കില്ലെന്ന് എനിക്ക് നല്ല പോലെ അറിയാം, പ്രണോയ് അലസമായി പറഞ്ഞു. ഒരു ഓഫർ കിട്ടിയപ്പോൾ ഇങ്ങോട്ട് പോന്നു, അത്ര തന്നെ. അവിനാഷ് ഒന്നും തുറന്നു പറയാൻ തയ്യാറല്ല. പ്രണോയ് നിർബന്ധിച്ചതുമില്ല. ഞാൻ ഇവിടെ തന്നെ ഒരു വീട് വാങ്ങിച്ച് നാട്ടിൽ നിന്നും എന്റെ ഫാമിലിയെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ തീരുമാനിച്ചിരിക്കുകയാണ്, പ്രണോയ് അറിയിച്ചു. അവിനാഷ് മൂളി. ഭാര്യയുടെ നിർബന്ധമാണ് അതിനു കാരണം, പ്രണോയ് തുടർന്നു. ഒന്നുകിൽ നാട്ടിലേക്ക് തിരിച്ചു വരിക, അല്ലെങ്കിൽ അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരിക. ഈ 2 കണ്ടീഷനാണ് അവൾ മുന്നോട്ട് വെച്ചത്. നാട്ടിലേക്ക് തിരിച്ചു പോകാനായിരുന്നു എന്റെ ആദ്യത്തെ പ്ലാൻ. പിന്നീടത് വേണ്ടെന്ന് വെച്ചു. കുട്ടികൾ നാട്ടിൽ തന്നെ പഠിക്കട്ടെ എന്ന് കരുതിയാണ് അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വരാതിരുന്നത്. പോരാത്തതിന് തറവാട്ടിൽ എന്റെ അച്ഛനും അമ്മയും തനിച്ചാണല്ലോ. അവർക്ക് ഒരു തുണയായി, ഭാര്യയായി കുട്ടികളുമുള്ളത് ആശ്വാസം. പിന്നെ അവൾക്കും മോഹം കാണില്ലേ എന്നോടൊപ്പം താമസിക്കാൻ? എത്ര കാലമെന്ന് വച്ചാ ഇങ്ങനെ 2 പേരും 2 ഇടത്തായി താമസിക്കുക? അങ്ങനെ ഒടുവിൽ ഞാൻ തീരുമാനിച്ചു, ഭാര്യയ്ക്കും മക്കളോടൊപ്പം കഴിയുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ സുഖവും സമാധാനവും തന്നെയാണ്. ഡ്രൈവ് ചെയ്യുന്നതിനിടയിൽ പ്രണോയ് സംസാരിച്ചു കൊണ്ടിരുന്നു. നീ എന്താ ഒന്നും മിണ്ടാതിരിക്കുന്നത്? ഇടയ്ക്ക് പ്രണോയ് ചോദിച്ചു. ഒന്നുമില്ല, ഞാൻ വേറെന്തോ ആലോചിച്ചു പോയതാണ്. എന്നിട്ട് നീ വീട് കണ്ടുവച്ചിട്ടുണ്ടോ? അവിനാഷ് അന്വേഷിച്ചു.
അന്വേഷിച്ചു. 1-2 വീടുകൾ കണ്ടുവച്ചിട്ടുണ്ട്. പക്ഷേ വലിയ വിലയാണ് പറയുന്നത്. ആ പണം കൊണ്ട് നാട്ടിൽ തന്നെ ബംഗ്ലാവ് പണിയാം. നാട്ടിൽ ബംഗ്ലാവ് പണിതിട്ട് കാര്യമില്ലല്ലോ, ഇവിടെയല്ലേ താമസിക്കേണ്ടത്. എന്തായാലും വില ഒത്തുവന്നാൽ വാങ്ങിക്കും, പ്രണോയ് മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് പറഞ്ഞു. അതൊക്കെ പോട്ടെ, നിന്റെ പ്ലാൻ എന്താണ്? പോർട്ട് ബ്ലെയറിൽ തന്നെ കഴിയാൻ തീരുമാനിച്ചോ, അതോ നാട്ടിലേക്ക് വല്ല ഹോസ്പിറ്റൽ നോക്കി പറക്കുന്നോ? പ്രണോയ് അന്വേഷിച്ചു. ഇപ്പോഴും ഒരു ഐഡിയ ഇല്ല. അവിനാഷ് പിറുപിറുത്തു. അത് നന്നല്ല. അങ്ങോട്ടും ഇങ്ങോട്ടും പാറിക്കളിക്കുന്ന മനസ്സാവരുത്. എന്തെങ്കിലും ഒന്ന് ഇപ്പോഴേ തീരുമാനിച്ചാലേ രക്ഷയുള്ളൂ. ഇനി എന്നാണ് കല്യാണവും കഴിച്ചു കുടുംബവുമൊക്കെയായി കഴിയുക? പ്രണോയ് ചോദിച്ചു. അവിനാഷ് നിശബ്ദനായി. ഇനി അതൊന്നും വേണ്ടെന്നാണോ? പ്രണോയ് തിരക്കി. ഒന്നിനും മറുപടി നൽകാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു അവൻ. പോർട്ട് ബ്ലെയറിലേക്ക് വന്നെത്തിയതിനു പിറകിൽ ഒരു കാരണമുണ്ട്. പക്ഷേ അതൊക്കെ തുറന്നു പറയാൻ പറ്റാത്തതാണ്. ഭാര്യ, കുട്ടികൾ, ഇതൊന്നും മോഹമില്ലാഞ്ഞിട്ടല്ല. വേണ്ട, അതൊന്നും ഓർക്കണ്ട. അവിനാഷ് കണ്ണുകൾ ഇറുകെ ചിമ്മി. ചിന്തകളിൽ പല ചിത്രങ്ങളും മങ്ങിത്തെളിഞ്ഞു. പരിഹരിക്കാനാവാത്ത പ്രശ്നങ്ങൾ ഒന്നുമില്ലടോ, പ്രണോയ് വ്യക്തമാക്കി. തന്റെ പ്രശ്നങ്ങൾക്ക് നീതിപൂർവകമായ പരിഹാരം കാണാൻ ആർക്കും കഴിഞ്ഞിട്ടില്ല. അവിനാഷ് ഓർത്തു. കാർ ഒരിടത്ത് നിന്നു. ഒരു വീടിന്റെ മുന്നിലാണ് നിൽക്കുന്നത്. ഇതാണ് ഞാൻ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന വീട്, പ്രണോയ് പറഞ്ഞു. അവിനാഷ് തിരക്കി. നന്നായിട്ടുണ്ട്. ഈ വീട് നിനക്ക് ഓർമ്മയുണ്ടോ? പ്രണോയ് ചോദിച്ചു. ചെറിയൊരു ഓർമ്മ തോന്നുന്നുണ്ട്. മുമ്പ് നമ്മളിവിടെ വന്നിരുന്നില്ലേ? അവിനാഷ് ചോദിച്ചു. അതെ, കിഷോറിന്റെ ചേച്ചിയുടെ വീടാണിത്. ഇതിന്റെ തൊട്ടപ്പുറത്താണ് കിഷോറിന്റെ വീട്, പ്രണോയ് ഓർമ്മപ്പെടുത്തി. ഇപ്പോൾ ഓർക്കുന്നു. കിഷോറിന്റെ ചേച്ചിയും ഭർത്താവും പുതിയ ഫ്ലാറ്റ് വാങ്ങിച്ച് അങ്ങോട്ട് താമസം മാറ്റിയിരിക്കുകയാണ്, പ്രണോയ് അറിയിച്ചു. വീട് അടച്ചിട്ടിരിക്കുകയാണ്. അവർ അതിനു മുന്നിൽ ചുറ്റിക്കറങ്ങി നടന്നു നോക്കി. വരൂ, നമുക്ക് സത്യവതി ടീച്ചറുടെ വീട്ടിലേക്ക് ചെല്ലാം, പ്രണോയ് നിർദ്ദേശിച്ചു. കിഷോറിന്റെ അമ്മയാണ് സത്യവതി ടീച്ചർ. ഡോക്ടർ കിഷോർ 2 വർഷം മുമ്പുള്ള ഒരു കാർ ആക്സിഡന്റിൽ മരിച്ചുപോയിരുന്നു. അങ്ങോട്ടേക്ക് ചെന്നു. ഇങ്ങോട്ടുള്ള വഴിയൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? അവരെ കണ്ടപ്പോൾ ടീച്ചർ ചോദിച്ചു. നമ്മൾ ഇനി മുതൽ അയൽക്കാരാവാൻ പോവുകയല്ലേ? പ്രണോയ് പറഞ്ഞു. അത് ടീച്ചറിൽ കൂടുതൽ സന്തോഷമുളവാക്കി. എന്താ അവിടെ തന്നെ നിന്നു കളഞ്ഞത്? അകത്തേക്ക് വരൂ, ടീച്ചർ ക്ഷണിച്ചു. ഇരുവരും സ്വീകരണ ഹാളിലേക്ക് കയറി ചെന്നു. ചുമരിൽ കിഷോറിന്റെ വലിയ ഫോട്ടോ, അതിൽ മാല ചാർത്തിയിട്ടിട്ടുണ്ട്. അവിനാഷ് കുറച്ചുനേരം അതിലേക്ക് നോക്കി. ഇരിക്കൂ, ടീച്ചർ നിർദ്ദേശിച്ചു. അവർ അനുസരണയുള്ള വിദ്യാർത്ഥികളെ പോലെ ഇരുന്നു. ദേവദാസ് സാർ ഇവിടെയില്ലേ? പ്രണോയ് ചോദിച്ചു. ക്ലിനിക്കിൽ നിന്നും എത്താറായിട്ടില്ല, ടീച്ചർ അറിയിച്ചു. കിഷോറിന്റെ അച്ഛനാണ് ദേവദാസ്. അദ്ദേഹവും ഡോക്ടറാണ്. മിലിറ്ററിയിൽ നിന്നും വിരമിച്ച ശേഷം പോർട്ട് ബ്ലെയറിൽ തന്നെ ക്ലിനിക് നടത്തുകയാണ്. പ്രണോയും ടീച്ചറും വീട് വാങ്ങുന്നതിനെക്കുറിച്ചും അതിന്റെ വിലയെ സംബന്ധിച്ചും സംസാരിക്കുകയാണ്. പ്രണോയോ പോലെ മറ്റുള്ളവരോട് അത്ര കണ്ടിടപഴകി സംസാരിക്കാൻ അവിനാശിന് വശമില്ലാത്തതുകൊണ്ട് അവരുടെ സംസാരം കേട്ടിരിക്കുക മാത്രം ചെയ്തു. അടുത്ത് പരിചയമുള്ളവർ ആയാൽ പോലും ആവശ്യത്തിന് മാത്രമേ സംസാരിക്കാറുള്ളൂ. വാക്കുകൾ എഴുതുമ്പോഴല്ലാതെ സംസാരിക്കുന്ന അവസരത്തിൽ ഒഴുകിയെത്താറില്ല. കിഷോറിനോടൊപ്പം ചെലവഴിച്ച ചില നാളുകൾ ഓർമ്മയിലെത്തി. അവിനാഷ് എന്താണൊന്നും മിണ്ടാതിരിക്കുന്നത്? ടീച്ചർ അന്വേഷിച്ചു. ഞാൻ പഴയതൊക്കെ ആലോചിക്കുകയായിരുന്നു, അവിനാഷ് പതിഞ്ഞ സ്വരത്തിൽ അറിയിച്ചു. അത് കേട്ടപ്പോൾ ടീച്ചറുടെ മുഖത്തെ തെളിച്ചം നഷ്ടപ്പെടുകയും വേർപാടിന്റെ നനവ് പടരുകയും ചെയ്തു. ടീച്ചറെ വേദനിപ്പിക്കുന്ന ചിലതൊക്കെ ഓർമ്മിപ്പിക്കാൻ അവിനാശിന്റെ സംസാരം കാരണമായി തീർന്നതിൽ അവനോട് പ്രണോയ്ക്ക് നേർത്ത ദേഷ്യം തോന്നി. ഓരോ ഇടത്തെത്തിച്ചേർന്നാൽ അവിടുത്തെ സ്ഥിതിക്കനുസരിച്ച് സംസാരിക്കാൻ അവിനാശിനറിയില്ല. ഒന്നുകിൽ വേണ്ടാത്തതൊക്കെ പറഞ്ഞു കളയും, അല്ലെങ്കിൽ ഒന്നും തന്നെ സംസാരിക്കാതെയിരിക്കും. പ്രണോയ് ടീച്ചറിനോട് മറ്റു വിഷയങ്ങൾ സംസാരിച്ചു തുടങ്ങിയപ്പോൾ അവിനാശ് മെല്ലെ അവിടെ നിന്നും എണീറ്റു. ഹാളിന്റെ ഇടതുവശത്തുള്ളതാണ് കിഷോറിന്റെ മുറി. അത് അടഞ്ഞു കിടക്കുകയാണ്. അവിനാഷ് മെല്ലെ അത് തുറന്നു. അവന്റെ മരണശേഷം മുറി ആരും ഉപയോഗിച്ചിട്ടില്ലെന്ന് തോന്നുന്നു. ഒരു പഴകിയ ഗന്ധം അനുഭവപ്പെടുന്നു. ടീച്ചർ ഇടയ്ക്ക് എല്ലാം എടുത്ത് തട്ടിക്കുടഞ്ഞ് വൃത്തിയാക്കി വയ്ക്കും, അത്ര തന്നെ. മേശപ്പുറത്ത് പ്രിസ്ക്രിപ്ഷൻ പാഡ്, സ്റ്റെതസ്കോപ്പ്, പേന തുടങ്ങിയവ അതിൻ്റെതായ രീതിയിൽ വച്ചിട്ടുണ്ട്. കിഷോറിന്റെ വിവാഹ ഫോട്ടോയും ടേബിളിലുണ്ട്. മെഡിക്കൽ പുസ്തകങ്ങൾ മറ്റൊരു മേശപ്പുറത്ത് അടുക്കി പെറുക്കി വച്ചിട്ടുണ്ട്. അവിനാഷ് കസേര നീക്കിയിട്ട് അതിലല്പനേരം ഇരുന്നു. അവിനാഷ്, പരിചയമുള്ള ശബ്ദം. അവിനാഷ് ചുറ്റും നോക്കി. ആരെയും കാണാനില്ല. എനിക്ക് നിന്നോട് ചിലതൊക്കെ സംസാരിക്കാനുണ്ട്. വീണ്ടും അതേ ശബ്ദം. കിഷോറിൻ്റേതുപോലുള്ള ശബ്ദം. തോന്നലാവുമെന്നാണ് കരുതിയത്. അല്ല.
മരണത്തിന് ശേഷമുള്ള ഒരാളിന്റെ ശബ്ദം കേട്ടാൽ അത് തിരിച്ചറിയാൻ അവിനാഷിന് പ്രയാസമൊന്നുമില്ല. നീ എവിടെ നിന്നാണ് സംസാരിക്കുന്നത്? അവിനാഷ് തിരക്കി. കാലങ്ങൾക്ക് അപ്പുറത്തു നിന്നും കിഷോറിന്റെ ചിലമ്പിച്ച സ്വരം. എന്താണ് പറയാനുള്ളത്? അവിനാഷ് ചോദിച്ചു. കുറെ നേരത്തേക്ക് ഒച്ചയനക്കങ്ങളൊന്നും കേൾക്കാനില്ല. കിഷോർ, അവിനാഷ് വിളിച്ചു. ഞാൻ പറയാം. നീ എന്റെ ഭാര്യ മഞ്ജുളയെ ചെന്നു കാണണം, കിഷോർ അറിയിച്ചു. എന്തിന്? അവിനാഷ് സംശയിച്ചു. മഞ്ജുള മറ്റൊരു വിവാഹത്തിന് തയ്യാറെടുക്കുകയാണ്, കിഷോർ വേദനയോടെ പറഞ്ഞു. അത് കേട്ടപ്പോൾ അവിനാഷിനും വിഷമമായി. ഞാൻ എന്ത് ചെയ്യാനാണ്? അവിനാഷ് നിസ്സഹായതയോടെ ചോദിച്ചു. അവൾ മറ്റൊരുത്തന്റെ കൂടെ കഴിയാൻ പോകുന്നത് എനിക്കിഷ്ടമല്ല. മഞ്ജുളയെ അതിൽ നിന്നും തടയണം, കിഷോർ വ്യക്തമാക്കി. അത് കുറച്ച് കഷ്ടമാണ്, അവിനാഷ് അറിയിച്ചു. അങ്ങനെ പറയരുത്, നീ എന്തെങ്കിലും ചെയ്തേ തീരൂ, കിഷോർ നിർബന്ധിച്ചു. അവിനാഷ് ആലോചിച്ചു. അവളുടെ കാര്യങ്ങൾ തന്റെ പരിധിക്കകത്ത് വരുന്നവയല്ല. തനിക്ക് ഒന്നും ചെയ്യാൻ നിർവാഹമില്ല. നിനക്ക് നേരിട്ട് അവളുമായി ബന്ധപ്പെട്ട് ഇതേപ്പറ്റി സംസാരിച്ചുകൂടെ? അവിനാഷ് ചോദിച്ചു. മഞ്ജുളയുമായി നേരിട്ട് ബന്ധപ്പെടാൻ ഞാൻ പലതവണ ശ്രമിച്ചിട്ടും കഴിഞ്ഞില്ല. നിന്നെപ്പോലുള്ളവരിൽ കൂടി മാത്രമേ എന്റെ ആഗ്രഹങ്ങൾ പ്രകടിപ്പിക്കാൻ കഴിയൂ. അതാണ് ഞാൻ നിന്നെ സമീപിച്ചത്, കിഷോർ അറിയിച്ചു. ഞാൻ വന്നില്ലായിരുന്നെങ്കിൽ ഞാൻ നിന്നെ തേടി എത്തുമായിരുന്നു, കിഷോർ വ്യക്തമാക്കി. അവിനാഷ് പിന്നെ ഒന്നും മിണ്ടിയില്ല. എന്താ നീ ഒന്നും പറയാത്തത്? നീ എനിക്ക് വേണ്ടി അതിന് ശ്രമിക്കില്ലേ? കിഷോർ വീണ്ടും ചോദിച്ചു. അപ്പോഴാണ് പ്രണോയ് അങ്ങോട്ട് കടന്നു വന്നത്. നീ എന്താ ഇതിനകത്ത് ചെയ്യുന്നത്? പ്രണോയ് സംശയത്തോടെ തിരക്കി. കിഷോറുമായി സംസാരിക്കുകയാണെന്ന് പറഞ്ഞാൽ അവൻ വിശ്വസിക്കില്ല. അതുകൊണ്ട് മറുപടി ഒന്നും നൽകിയില്ല. ഇതിനകത്ത് നിന്നും ആരോ സംസാരിക്കുന്നത് കേട്ടല്ലോ, പ്രണോയ് നെറ്റി ചുളിച്ചുകൊണ്ട് ചോദിച്ചു. കിഷോറാണ്, അവിനാഷ് ഒടുവിൽ പറഞ്ഞു. ഇത് തമാശ പറയേണ്ട സ്ഥലമല്ല കേട്ടോ, വാ പോകാം. പ്രണോയ് വെളിയിലേക്ക് നടന്നു. അവിനാഷ് പിറകെ നടന്നു നീങ്ങുമ്പോൾ ആ കാര്യം മറക്കരുതെന്ന് കിഷോർ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചു. അത് ശ്രദ്ധിക്കാത്ത മട്ടിൽ അവിനാഷ് നീങ്ങി. ടീച്ചറോട് യാത്ര പറഞ്ഞിറങ്ങി. കാറിൽ മടങ്ങുമ്പോഴാണ് പ്രണോയ് അത് പറഞ്ഞത്. കിഷോറിന്റെ ഭാര്യ മഞ്ജുള മറ്റൊരു വിവാഹത്തിന് തയ്യാറാവുകയാണെന്ന് എനിക്കറിയാം, അവിനാഷ് അറിയാതെ പറഞ്ഞു. പ്രണോയ് അവനെ സൂക്ഷിച്ചു നോക്കി. നിനക്കെങ്ങനെ അറിയാം? കിഷോർ പറഞ്ഞു. ദേ, നിന്റെ കിറുക്ക് കുറെ കൂടുന്നുണ്ട് കേട്ടോ. കിറുക്കൊന്നുമല്ല, മഞ്ജുള വീണ്ടും വിവാഹം ചെയ്യാൻ തയ്യാറാവുന്നത് കിഷോറിന് വിഷമമുണ്ട്. അവളെ അതിൽ നിന്നും പിന്തിരിപ്പിക്കണമെന്നും എന്നോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. മരിച്ചവർ പോയി കഴിഞ്ഞു, ജീവിച്ചിരിക്കുന്നവരുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. മരിച്ചവർ എങ്ങോട്ടും പോകുന്നില്ല, അവിനാഷ് വെളിപ്പെടുത്തി. പ്രണോയ് ഞെട്ടലോടെ അവനെ നോക്കി. അധ്യായം 16. രാത്രി. നിലാവും നിഴലും കൂട്ടുപിണഞ്ഞു കിടക്കുന്ന ഇടുങ്ങിയ വഴി. ഒരു പഴയ മോഡൽ കാർ മുന്നോട്ട് നീങ്ങുകയാണ്. അമീർ അബ്ബാസാണ് ഡ്രൈവ് ചെയ്യുന്നത്. പിറകിൽ അവിനാഷ് ഇരിപ്പുണ്ട്. ആകാംക്ഷ നിറഞ്ഞ മനസ്സുമായി. അവന്റെ കയ്യിൽ സിഗരറ്റ് എരിയുന്നുണ്ട്. അവിനാഷ് സൈഡ് വിൻഡോയിലൂടെ വെളിയിലേക്ക് നോക്കി. ഹൃദയമിടിപ്പ് കൂടുകയാണ്. ഫെമിഷയെ കാണാൻ പോവുകയാണ്. അതിന്റെ സന്തോഷം ഒരു ഭാഗത്ത്, കാണാൻ പറ്റിയില്ലെങ്കിലോ എന്ന ദുർചിന്ത മറ്റൊരു വശത്ത്. ഫെമിഷ താമസിക്കുന്ന ഇടം അമീർ അബ്ബാസ് നേരത്തെ കണ്ടെത്തിയിരുന്നതുകൊണ്ട് വഴി തിരിച്ചറിയാൻ ബുദ്ധിമുട്ടേണ്ടി വന്നില്ല. അല്ലായിരുന്നെങ്കിൽ കഷ്ടപ്പെട്ടേനെ. ദുർഘടം പിടിച്ച പാതയാണ്. മെറ്റൽ ചെയ്തതാണെങ്കിലും കുറെ കാലമായതിനാൽ അത് പൊട്ടിപ്പൊളിഞ്ഞ നിലയിലാണുള്ളത്. ഒരു വാഹനത്തിന് കഷ്ടിച്ചു പോകാനും വരാനും കഴിയും. ആ പ്രയാസങ്ങൾ അമീർ കാര്യമായി എടുത്തിരുന്നില്ല. അവിനാഷ് സൈഡ് വിൻഡോയിലൂടെ തല വെളിയിലേക്കിട്ട് നോക്കിയപ്പോൾ പാതയുടെ ഇരുവശത്തും ചാഞ്ഞു കിടന്നിരുന്ന കാട്ടുചെടികൾ അവന്റെ മുഖത്തുരസി. അവൻ വേഗം തല ഉള്ളോട്ടേക്ക് വലിച്ചു. ഇനിയും ചാടിപ്പോകാതിരിക്കാൻ ഫെമിഷയെ സുരക്ഷിതമായ ഇടത്തിൽ മാറ്റി പാർപ്പിച്ചിരിക്കുകയാണ്. ബ്രിട്ടീഷുകാരുടെ കാലത്ത് നിർമ്മിച്ചതും ഇപ്പോൾ മുഹമ്മദ് അൽ ഹുസൈന്റെ സ്വത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നതുമായ ബംഗ്ലാവിലാണ് ഫെമിഷയുള്ളത്. അവിടേക്ക് ലക്ഷ്യം വെച്ചാണ് യാത്ര. ഒരു തരത്തിൽ പറഞ്ഞാൽ അവൾ വീട്ടുതടങ്കലിലാണ്, അമീർ അബ്ബാസ് പറഞ്ഞു. എങ്ങനെയെങ്കിലും അവളെ അതിൽ നിന്നും മോചിപ്പിക്കണം. അവിനാഷ് നിർബന്ധം പിടിച്ചു. അതിനുവേണ്ടിയാണല്ലോ നമ്മുടെ പരിശ്രമങ്ങൾ. അമീർ അബ്ബാസ് ചിരിച്ചു. മുഹമ്മദ് അൽ ഹുസൈൻ പറഞ്ഞത് ഫെമിഷ വീട്ടിൽ സർവ്വസ്വതന്ത്രയാണ്. അവളുടെ ഇഷ്ടത്തിനനുസരിച്ച് താൻ നീങ്ങാൻ തയ്യാറാണെന്നൊക്കെ അവിനാഷ് ആലോചിച്ചു. അപ്പോൾ അയാൾ പറയുന്നത് പച്ചക്കള്ളമല്ലേ? തന്നെ കബളിപ്പിക്കാൻ വേണ്ടി. അവിനാഷിന് ദേഷ്യം തോന്നി. അല്പം ദൂരം കൂടി കാർ കുലുങ്ങിക്കൊണ്ട് നീങ്ങി. പിന്നെ നിന്നു. സ്ഥലമെത്തിയോ? അവിനാഷ് സംശയിച്ചു. കുറച്ചു ദൂരം കൂടി ബാക്കിയുണ്ട്.
കാറിൽ നിന്നും ഇറങ്ങുന്നതിനിടയിൽ അമീർ അബ്ബാസ് അറിയിച്ചു. പിന്നെന്തേ നിർത്തിയത്? അവിനാഷ് ചോദിച്ചു. ഇനി നമുക്ക് കുറച്ചു ദൂരം നടക്കുന്നതാണ് എന്തുകൊണ്ടും നല്ലത്. കാറിന്റെ ശബ്ദം കേട്ട് മറ്റാരും സംശയിക്കരുതല്ലോ. മുഹമ്മദ് അൽ ഹുസൈന്റെ ആൾക്കാർ ഈ പരിസരങ്ങളിലൊക്കെ തോക്കുമായി പതുങ്ങി നിൽപ്പുണ്ടാവും, അമീർ അബ്ബാസ് ഓർമ്മിപ്പിച്ചു. അവിനാഷിന് ഭയം തോന്നി. അമീർ അബ്ബാസ് മുൻകരുതൽ എന്ന നിലയിൽ ഒരു ഗൺ കയ്യിൽ കരുതിയിരുന്നു. തീരുമാനിക്കുന്നത് എന്തായാലും അതനുസരിക്കാൻ തയ്യാറുള്ളവനെ പോലെ അമീർ അബ്ബാസിന് പിറകെ അവിനാഷ് നടന്നു. കുത്തനെയുള്ള കയറ്റമാണ്. അമീർ അബ്ബാസ് അതൊക്കെ നിഷ്പ്രയാസം നടന്നു കയറുന്നത് പോലെ അവിനാഷിന് നീങ്ങാൻ പറ്റിയില്ല. പലപ്പോഴും അമീർ അബ്ബാസിന്റെ സഹായഹസ്തം വേണ്ടിവന്നു കയറ്റം കയറാൻ. അമീർ ജന്മന ഒരു പോരാളിയാണ്. കാടും കുന്നും മലകളും നിഷ്പ്രയാസം തരണം ചെയ്യാൻ അവനു കഴിയും. താൻ അങ്ങനെയല്ലല്ലോ, അവിനാഷ് കരുതി. കരിയിലകൾ വീണു കിടക്കുന്ന പാത അവസാനിക്കുന്നത് ഒരു ബംഗ്ലാവിന് മുന്നിലാണ്. അല്പം കൂടി മുന്നോട്ട് നീങ്ങിയപ്പോൾ പച്ചിലകൾക്ക് മറവിലൂടെ നിലാവെളിച്ചം പരന്നു കിടക്കുന്ന ബംഗ്ലാവ് അവൻ കണ്ടു. അതിലാണ് ഫെമിഷ താമസിക്കുന്നത്. അവിനാഷിന്റെ ഹൃദയമിടിപ്പ് കൂടി. അവൾ തനിക്കു വേണ്ടി കാത്തിരിപ്പുണ്ടാവുമോ? കാണുമായിരിക്കും, അല്ലെങ്കിൽ കാത്തിരുന്ന് തളർന്നുറങ്ങി കാണുമായിരിക്കും. അവളെ വിളിച്ചുണർത്തിയ ശേഷം ഇറുകെ പുണർന്ന് ചുംബനം നൽകണം, അവിനാഷ് മനസ്സിൽ വിചാരിച്ചു. ഇനി വളരെ സൂക്ഷിച്ചു വേണം മുന്നോട്ടു നീങ്ങാൻ. അമീർ അബ്ബാസ് മുന്നറിയിപ്പ് നൽകി. എന്താ? അവിനാഷ് ഭീതിയോടെ ചോദിച്ചു. പേടിക്കേണ്ട, മുഹമ്മദ് അൽ ഹുസൈന്റെ ആൾക്കാരുടെ കണ്ണിൽ പെടാതെ നീങ്ങണം, അമീർ അബ്ബാസ് വ്യക്തമാക്കി. അവിനാഷ് മൂളി. ഇരുവരും ചെന്നെത്തിയത് വലിയൊരു ഇരുമ്പു ഗേറ്റിനു മുന്നിൽ. അത് ചങ്ങലയിട്ട് പൂട്ടിയ നിലയിലാണ്. ഗേറ്റ് ചാടിക്കടന്ന് ബംഗ്ലാവിലേക്ക് പ്രവേശിക്കുന്നത് തോക്കുമായി കാവൽ നിൽക്കുന്ന ആരെങ്കിലും കണ്ടെന്നു വരും. അമീർ അബ്ബാസ് പിറുപിറുത്തു. നമ്മളിപ്പോൾ എന്തു ചെയ്യും? അവിനാഷ് നിസ്സഹായതയോടെ ചോദിച്ചു. അമീർ അബ്ബാസ് ആലോചനയിലാണ്. പിറകുവശത്തുകൂടി നീങ്ങുന്നതാവും സുരക്ഷിതം, അമീർ അറിയിച്ചു. എങ്ങനെയായാലും ശരി, ഫെമിഷയെ കാണണം, അത്രമാത്രം. നിലാവെളിച്ചത്തിൽ മരങ്ങളുടെ നിഴൽ പറ്റി അവർ പിറകുഭാഗത്തുകൂടി നീങ്ങി. കാട് പിടിച്ചു കിടക്കുന്ന വഴിയാണ്. അതിലൂടെ നുഴഞ്ഞു കയറി. കയ്യും കാലും ഉരഞ്ഞു പൊട്ടിയത് കാര്യമാക്കിയില്ല. നീറ്റൽ മനസ്സിനാണ് അധികം. ബംഗ്ലാവിന് ചുറ്റും ഉയർന്ന മതിൽക്കെട്ടാണുള്ളത്. അത് എങ്ങനെ മറികടക്കുമെന്ന് നിശ്ചയമില്ലാത്ത മട്ടിൽ അവിനാഷ് അയാളെ നോക്കി. ഫെമിഷയെ പാർപ്പിച്ചിരിക്കുന്ന ഇടം അറിയാമെന്നല്ലാതെ അവിടേക്ക് കയറി ചെല്ലാനുള്ള മാർഗത്തെക്കുറിച്ച് അമീർ അബ്ബാസും ചിന്തിച്ചിട്ടില്ലെന്ന് തോന്നുന്നു. രണ്ടാൾ ഉയരത്തിൽ നിൽക്കുന്ന മതിലുകൾ, അതിൽ കാട്ടുവള്ളികൾ ചുറ്റിപ്പടർന്നു കിടന്നിരുന്നു. മാത്രമല്ല, കാലപ്പഴക്കത്തിൽ മതിൽക്കെട്ടിന് കുറേയേറെ ഇളക്കവും സംഭവിച്ചിട്ടുണ്ട്. നമ്മുടെ പ്ലാൻ വളരെ നിസ്സാരമാണെന്ന് നീ കരുതുന്നുവെങ്കിൽ ആ ചിന്ത ഇപ്പോൾ തന്നെ മാറ്റുന്നതാവും നല്ലത്, അമീർ അബ്ബാസ് അവനെ ബോധ്യപ്പെടുത്തി. അവിനാഷ് മൂളി. കടുത്ത പ്രതിബന്ധം ഉണ്ടാവുമെന്നല്ലാതെ തുടക്കം മുതൽക്കേ സാഹസികമായി നീങ്ങിയില്ലെങ്കിൽ ചെറിയ പിഴവ് പോലും വലിയ പരാജയത്തിലേക്ക് മൂക്കുകുത്തുമെന്ന് അവിനാഷ് തിരിച്ചറിഞ്ഞത് അപ്പോഴാണ്. അമീർ അബ്ബാസ് കാട്ടുവള്ളികൾ തൂങ്ങിപ്പിടിച്ച് മതിൽക്കെട്ടിന് മുകളിലേക്ക് കയറാൻ ശ്രമം നടത്തി. പക്ഷേ വിജയിച്ചില്ല. ഉയർന്നു വീണു. അവിനാഷ് അതിനിടയിൽ മതിലിന് തൊട്ടരികിലുള്ള ഒരു കാട്ടുമരത്തിന്റെ ശിഖരങ്ങളിലേക്ക് തൂങ്ങിപ്പിടിച്ചു കയറി. ബംഗ്ലാവിലേക്ക് നോക്കി. കാവൽക്കാർ ആരെയും കണ്ടില്ല. ബംഗ്ലാവിനു മുകളിലത്തെ നിലയിൽ അടച്ചിട്ടിരിക്കുന്ന ജനാലയുടെ ഗ്ലാസ് റോഡിലൂടെ അകത്തെ അരണ്ട വെളിച്ചം തെളിഞ്ഞു കാണുന്നുണ്ട്. ഉറങ്ങാതെ ആരോ പതിയെ മുറിയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നതിന്റെ നിഴൽ കാണാം. അത് ഫെമിഷയായിരിക്കുമോ? ഒരുപക്ഷെ ആവാം. അമീർ അബ്ബാസ് ഒരുവിധം മതിലിനു മുകളിലേക്ക് കയറി കഴിഞ്ഞിരുന്നു. മരത്തിന്റെ ശിഖരത്തിലൂടെ തൂങ്ങിപ്പിടിച്ച് മതിലിലേക്കു കയറാൻ അയാൾ അവിനാഷിനോട് നിർദ്ദേശിച്ചു. ശിഖരത്തിലൂടെ അവിനാഷ് മതിലിനു സമീപത്തേക്കു നീങ്ങി. അമീർ അബ്ബാസ് ഇരു കൈകളും നീട്ടി മരക്കൊമ്പിന്റെ അറ്റത്തു ചെന്ന് അമീറിന്റെ കൈ പിടിക്കാനായി ആഞ്ഞ നേരത്ത് കാലുവഴുതി കുത്തനെ കീഴേക്കു പതിഞ്ഞു. മരത്തിന് തൊട്ടപ്പുറം ചെരിഞ്ഞ പ്രതലമാണ്. അവിനാഷ് വീണെടുത്തു നിന്നും കീഴേക്കുരുണ്ടു മറിഞ്ഞു. കരിയിലകളും കാട്ടുചെടികളും നിറഞ്ഞ ചെരുവിലൂടെ താഴേക്ക് അതിവേഗത്തിൽ പതിക്കുകയാണ്. അമീർ അബ്ബാസ് എന്തൊക്കെയോ ഉറക്കെ പറയുന്നതിന്റെ ശബ്ദം വളരെ അകലെ നിന്നും അവ്യക്തമായ രീതിയിൽ അവിനാഷിന് കേൾക്കാൻ കഴിഞ്ഞു. കാട്ടുവള്ളികളിൽ കുരുങ്ങിക്കിടക്കുകയാണ് അവൻ. വള്ളിയിൽ തൂങ്ങിപ്പിടിച്ച് മുകളിലേക്ക് കയറി വരാൻ നിർദ്ദേശിക്കുകയാണ് അമീർ അബ്ബാസ്. കാട്ടുവള്ളിയുടെ കുരുക്ക് മാറ്റി നേരെ നിൽക്കാൻ തുനിഞ്ഞപ്പോൾ ബാലൻസ് കിട്ടാതെ വീണ്ടും ഒരു മലക്കം മറിച്ചിൽ എത്തിച്ചേർന്നത് കുന്നിൻ ചെരുവിന് താഴെ. മരണത്തിന്റെ അഗാധ ഗർത്തത്തിലാണ് തന്റെ പതനമെന്നാണ് അവിനാഷ് കരുതിയത്. അവൻ തനിക്ക് ചുറ്റിലും ഒരുപാട് പ്രേതങ്ങളെ പുഴുവരിക്കുന്ന ശരീരങ്ങളോടുകൂടി കണ്ടു. അവിനാഷ് നിലവിളിച്ചു.
നിമിഷ നേരം കൊണ്ട് തന്റെ ശരീരവും അതുപോലെ പുഴുക്കളാൽ വലയം ചെയ്യുമെന്ന് അവന് തോന്നി. വികൃത ജീവികളെ തള്ളി അകറ്റിക്കൊണ്ട് ഒരു പെൺകുട്ടി അവന്റെ അരികിലേക്ക് ഓടിയണഞ്ഞു. അത് അനാമികയായിരുന്നു. അവൾ കൈകൾ നീട്ടി. ശിരസില്ലാത്തതും ചതഞ്ഞ ശരീരങ്ങളോട് കൂടിയതും ജീർണിച്ച് പുഴുക്കൾ ഇഴയുന്നതുമായ പ്രേതങ്ങൾക്കിടയിൽ നിന്നും അനാമിക അവനെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. അവളുടെ തോളിൽ താങ്ങിക്കൊണ്ട് ഏന്തി വലിഞ്ഞു നടന്നു. അവൾക്ക് വഴികളൊക്കെ നല്ല പരിചയമുള്ളതുപോലെയുണ്ട്. അപകടകരമായ അതിർവരമ്പുകൾ ചാടിക്കടക്കാൻ ശ്രമിക്കുന്നത് എന്തിനാണ്? അനാമിക ചോദിച്ചു. ഞാൻ ഫെമിഷയെ കാണാൻ ചെന്നതാണ്, അവിനാശ് അറിയിച്ചു. നീയും അവളും തമ്മിലുള്ള ബന്ധം അംഗീകരിക്കപ്പെടുന്നതാണോ? നീ തന്നെ ആലോചിച്ചു നോക്കൂ. അതിലൊരുപാട് അസ്വാഭാവികതകൾ നിറഞ്ഞു കിടക്കുന്നില്ലേ? അനാമിക വളരെ പതിഞ്ഞ സ്വരത്തിൽ ചോദിച്ചു. മാനസികമായും ശാരീരികമായും ഞങ്ങൾ ഒന്നിച്ചതാണ്. വേർപിരിയാനാവാത്ത വിധം അടുത്തുപോയി. അവിനാശ് പിറുപിറുത്തു. അനാമികയുടെ തോളിൽ കൈകടത്തി ഏന്തി വലിഞ്ഞുള്ള നടത്തം കുറച്ചു നേരമായി. വലിയ വേദനയൊന്നുമില്ല, തളർച്ചയാണ് കൂടുതൽ അനുഭവപ്പെടുന്നത്. ഒഴിഞ്ഞ പ്രദേശം എത്തിയപ്പോൾ അനാമിക കുറച്ചു നേരം വിശ്രമിക്കാൻ നിർദ്ദേശിച്ചു. നിലാവ് പരന്നു കിടക്കുന്നു. നീ ആവശ്യമില്ലാതെ ദുഃഖകയത്തിലേക്ക് വീഴുന്നത് കാണാൻ എനിക്കൊട്ടും ആഗ്രഹമില്ല, അനാമിക അറിയിച്ചു. എന്റെ ജീവിതം ഇങ്ങനെയൊക്കെയായി തീർന്നു. ഒരുപാട് വേദനകൾ എന്റെ ഹൃദയത്തെ ഞെരിച്ചമർത്തുകയാണ്. എനിക്കിതിൽ നിന്നൊക്കെ മോചനം വേണം. അവിനാശ് തേങ്ങി. അനാമികയുടെ മടിയിൽ അവൻ തല ചായ്ച്ചു. ഞാനൊരു കാര്യം പറയട്ടെ? അവൾ ചോദിച്ചു. പറയൂ. നീ പറയുന്നതെന്തും കേൾക്കാൻ ഞാൻ ഒരുക്കമാണ്. എന്റെ മനസ്സിനെ തിരിച്ചറിയാൻ നിനക്ക് കഴിവുണ്ടല്ലോ. അമീർ അബ്ബാസുമായുള്ള ബന്ധം ഇനി തുടരരുത്, അനാമിക വ്യക്തമാക്കി. അവിനാശ് അമ്പരന്നു. അവൻ നല്ലവനാണ്. എന്നെ സഹായിക്കാൻ ആത്മാർത്ഥമായി അവനും ശ്രമിക്കുന്നുണ്ട്. അവിനാശ് തിടുക്കത്തിൽ പറഞ്ഞു. എനിക്കങ്ങനെ തോന്നുന്നില്ല. അവനാണ് നിന്നെ ഏറെ കുഴപ്പങ്ങളിലേക്ക് നയിക്കുന്നത്, അനാമിക അറിയിച്ചു. അനാമിക, അത്? അവിനാശ് കുഴങ്ങി. പ്രത്യേകിച്ചൊരു ഉത്തരം അവൾക്ക് നൽകാൻ പറ്റിയില്ല. അമീർ അബ്ബാസ് വിശ്വസിക്കാൻ കൊള്ളാത്തവനാണെന്ന് ഇതുവരേക്കും തോന്നിയിട്ടില്ല. അത്തരമൊരു പെരുമാറ്റം അവനിൽ നിന്നും ഉണ്ടായിട്ടുമില്ല. എന്നിട്ടും എന്തേ അനാമിക അങ്ങനെ പറയുന്നു? അവൾ പറയുമ്പോൾ അതിലെന്തെങ്കിലും സത്യമില്ലാതിരിക്കില്ല. അനാമിക, ഞാൻ ഇപ്പോഴും വിഷമവൃത്തത്തിലാണ്, അവിനാശ് അറിയിച്ചു. എനിക്കറിയാം. അമീർ അബ്ബാസിനേക്കാൾ നിന്നെ രക്ഷപ്പെടുത്താൻ കഴിവുള്ള ഒരാളുണ്ട്, അനാമിക വ്യക്തമാക്കി. ആരാണത്? അവിനാശ് തിടുക്കത്തിൽ ചോദിച്ചു. സുനേത്ര, അനാമിക പറഞ്ഞു. അവൻ അവിശ്വസനീയതോടെ അനാമികയെ നോക്കി. നീ പറയുന്നത് എന്നെ വിശ്വാസമില്ലേ? തീർച്ചയായും. പിന്നെന്തിനു സംശയം? സുനേത്രയ്ക്ക് എങ്ങനെ എന്നെ ചുറ്റിവരഞ്ഞിരിക്കുന്ന പ്രശ്നങ്ങളിൽ നിന്നും മോചിപ്പിക്കാൻ കഴിയും? അവൾക്കല്ലാതെ മറ്റാർക്കും അതിന് കഴിയില്ല. നീ ചെന്ന് കാണണം, അനാമിക നിർദ്ദേശിച്ചു. അവിനാശ് മൂളി. കുറെ നേരം കൂടി അവർ അവിടെ ചെലവഴിച്ചു. ചെറിയ മേഘക്കീറുകൾ ചന്ദ്രനെ മറച്ചു. നിലാവ് അല്പം ഇരുണ്ടു. ഞാൻ പോകട്ടെ? അനാമിക യാത്ര ചോദിച്ചു. എങ്ങോട്ട്? അവിനാശ് അവളുടെ വിരലുകൾ പിടിച്ചുകൊണ്ട് ചോദിച്ചു. ജീവിതത്തിന്റെ അവസാനം എല്ലാവരും എത്തിച്ചേരുന്ന ഇടത്താണ് ഞാനുള്ളത്, അവൾ ഓർമ്മിപ്പിച്ചു. ഞാനും നിന്റെ കൂടെ വരട്ടെ? അവിനാശ് ദുർബലമായ സ്വരത്തിൽ ചോദിച്ചു. പാടില്ല. നിനക്കിനിയും ഒരുപാട് കാലം ജീവിതത്തിൽ ബാക്കി കിടക്കുന്നു, എന്തൊക്കെയോ ചെയ്തു തീർക്കാൻ. അതൊക്കെ കഴിഞ്ഞ് പതിയെ വന്നാൽ മതി. അപ്പോഴേക്കും നിനക്കായി ഒരിടം ഞാൻ അവിടെ കണ്ടെത്തി വയ്ക്കാം. എന്താ പോരെ? അനാമിക കുസൃതിച്ചിരിയോടെ ചോദിച്ചു. അനാമിക, എനിക്ക് ജീവിതം മടുത്തു. ആരോരുമില്ലാതെ ഞാനിവിടെ അലയുകയാണ്. സ്നേഹത്തിന്റെ ചെറു സ്പർശം പോലും എന്നിലേക്ക് എത്തിച്ചേരുന്നില്ല. അവിനാശ് വിതുമ്പി. നിനക്ക് നഷ്ടപ്പെട്ടതൊക്കെ തിരിച്ചു ലഭിക്കും, ഞാൻ ഉറപ്പു നൽകുന്നു. ഈ കഷ്ടപ്പാടുകളും ദുരിതങ്ങളുമൊക്കെ താൽക്കാലികമാണ്. ഞാൻ പറഞ്ഞതുപോലെ സുനേത്രയെ ചെന്നു കാണുക, അവൾ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചു. അവിനാശ് നിശബ്ദമായി അവളെ നോക്കി. അനാമിക ഇരുളുറങ്ങിക്കിടക്കുന്ന ഭാഗത്തേക്ക് ഒരു കരിയിലക്കാറ്റുപോലെ നിമിഷ നേരം കൊണ്ട് കടന്നുപോയി. അവിനാശ് പതിയെ നടന്നു. മുന്നിൽ മൺറോഡ്. നേരം ഒരുപാടായെന്ന് തോന്നുന്നു. ആളൊഴിഞ്ഞ ഒരിടത്ത് ഒറ്റപ്പെട്ടു നിൽക്കുന്ന വീടിന് മുന്നിൽ നടന്നു ചെന്നെത്തിയപ്പോൾ യുവതിയുടെ നിലവിളി. ജനാലയ്ക്ക് വെളിയിൽ നിന്നും നോക്കുമ്പോൾ ഒരു യുവതിയെ 2 പേർ ചേർന്ന് മാനഭംഗപ്പെടുത്താനുള്ള ശ്രമത്തിലാണ്. കണ്ട കാഴ്ച വീണ്ടും കാണുകയാണ്. മാനഭംഗ ശ്രമത്തിനിടയിൽ കൊല്ലപ്പെട്ട യുവതിയുടെ വീടിന് മുന്നിലാണ് താൻ നിൽക്കുന്നത്. തിരിഞ്ഞു നോക്കാതെ നടന്നു. പിറകിൽ നിന്ന് ആരോ പിന്തുടരുന്നത് പോലെ. അതെ,
അതെ, ആരോ പിറകിലുണ്ട്. നിൽക്ക്. സ്ത്രീ ശബ്ദം. അവിനാഷ് നിന്നു. പിറകോട്ട് നോക്കി. അത് മാനഭംഗ ശ്രമത്തിനിടെ കൊല്ലപ്പെട്ട യുവതിയാണ്. എന്നെ നശിപ്പിച്ചവരെ എനിക്ക് കൊല്ലണം. എന്നെ നിങ്ങൾക്ക് സഹായിക്കാമോ? അവൾ ചോദിച്ചു. ആരാണ് നിന്നെ നശിപ്പിച്ചവർ? അവിനാഷ് അന്വേഷിച്ചു. ഇന്തിഫാദ എന്ന ചരക്കു കപ്പലിലെ ജോലിക്കാരായ 2 പേർ. അവൾ കിതപ്പോടെ പറഞ്ഞു. അവിനാഷ് ഞെട്ടി. അവൻ പിന്നെ ഒന്നും പറയാതെ വേഗത്തിൽ നടന്നു. താമസ സ്ഥലത്ത് തിരിച്ചെത്തി. കിടക്കയിൽ ചെന്ന് വീണു കിടന്നത് മാത്രം ഓർമ്മയുണ്ട്. കാലത്ത് ഉണർന്നു. ബെഡിൽ തനിക്കരികെ ഒരു യുവതി അർദ്ധനഗ്നമായ നിലയിൽ കിടപ്പുണ്ട്. അവിനാഷ് ഞെട്ടി. ആരാണിവൾ? അധ്യായം 17. റസിയ ബാനു, മദ്യവിൽപ്പനക്കാരി. ഇവൾ എങ്ങനെ തന്റെ മുറിയിലെത്തി? അവിനാഷ് അത്ഭുതപ്പെട്ടു. അവൻ ചുറ്റിലും നോക്കി. വീണ്ടും ഞെട്ടൽ. ഇത് തന്റെ മുറിയല്ല. അതേക്കാൾ മനോഹരമായതും എല്ലാ സുഖസൗകര്യങ്ങളും നിറഞ്ഞ മുറിയാണിത്. താൻ എങ്ങനെ ഇതിനകത്ത് വന്നു പെട്ടു? അവിനാഷിന് മനസ്സിലായില്ല. പെർഫ്യൂമിന്റെ ഗന്ധം, വികാരങ്ങളെ ഉണർത്തുന്ന തരത്തിലുള്ളത്. അത് റസിയ ബാനുവിന്റെ ശരീരത്തിൽ നിന്നുമാണ്. അവിനാഷ് അവളെ നോക്കി. റസിയ ബാനു മയക്കത്തിലാണ്. അഴിഞ്ഞുലഞ്ഞു കിടക്കുന്ന വസ്ത്രങ്ങൾക്കിടയിലൂടെ റസിയ ബാനുവിന്റെ മാദകത്വം കലർന്ന ശരീരഭാഗങ്ങൾ തെളിഞ്ഞു കാണാം. അവിനാഷ് കട്ടിലിൽ നിന്നും എണീറ്റു. സിഗരറ്റിന് വേണ്ടി തിരഞ്ഞപ്പോൾ മേശപ്പുറത്ത് കണ്ടു. അവനൊരു സിഗരറ്റ് എടുത്ത് കൊളുത്തി പുകവിട്ടു. കഴിഞ്ഞ രാത്രിയിൽ എന്തൊക്കെയോ ദുരൂഹമായത് സംഭവിച്ചിട്ടുണ്ട്. അവിനാഷിന് തോന്നി. ഫെമിഷയെ കാണാൻ പോയത് ഓർമ്മയുണ്ട്. കുന്നിൻ ചെരുവിലൂടെ ഉരുണ്ട് പതിഞ്ഞതും അനാമികയെ കണ്ടുമുട്ടിയതുമൊക്കെ തെളിഞ്ഞു വരുന്നുണ്ട്. പക്ഷെ റസിയ ബാനുവിന്റെ താമസ സ്ഥലത്ത് എങ്ങനെ വന്നെത്തിയെന്നു മാത്രം എത്ര ആലോചിച്ചിട്ടും പിടികിട്ടിയില്ല. റസിയ ബാനുവിനെ പതിയെ തട്ടി ഉണർത്താൻ ശ്രമിച്ചു. അവൾ പക്ഷെ ഉണർന്നില്ല. ഒട്ടൊരു സുഖാലസ്യത്തോടെ അവന്റെ കൈകൾ നെഞ്ചിലേക്ക് വലിച്ചടിപ്പിച്ച് കിടക്കുകയാണ് ചെയ്തത്. അവിനാഷ് കൈകൾ പതുക്കെ വലിച്ചെടുത്തു. അവൾ കണ്ണു തുറന്നു. അവിനാഷിനെ നോക്കി പുഞ്ചിരിച്ചു. അവിനാഷ് അവളെ തന്നെ നോക്കി. 35 വയസ്സ് കഴിഞ്ഞിട്ടും 18ന്റെ തിളപ്പും ആവേശവും കെട്ടടങ്ങിയിട്ടില്ല. അവൾ കുസൃതിയോടെ കാലുകൾ ഉയർത്തി അവന്റെ മടിയിൽ അധികാരപൂർവ്വം കയറ്റിവെച്ചു. എന്താണ് മുഖത്തൊരു പ്രയാസം? റസിയ ബാനു പതിയെ എണീറ്റിരുന്ന് അവനോട് മുട്ടിയിരുന്നു കൊണ്ട് ചോദിച്ചു. അവിനാഷ് ഒന്നും മിണ്ടിയില്ല. വേണ്ടത്ര സുഖം ലഭിച്ചിട്ടില്ലെന്ന വിഷമമാണെങ്കിൽ നമുക്ക് ഇപ്പോ തന്നെ പരിഹരിക്കാം ഡോക്ടറെ, റസിയ ബാനു കുലുങ്ങി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഞാൻ എങ്ങനെ ഇവിടെ എത്തി? അവിനാഷ് ചോദിച്ചു. ഫ്ലൈറ്റിൽ നേരെ ഇവിടെ ലാൻഡ് ചെയ്യുകയായിരുന്നു. റസിയ ബാനു അവന്റെ നെഞ്ചിൽ കൈകൾ അലയാൻ അനുവദിച്ചുകൊണ്ട് പറഞ്ഞു. ഞാൻ ചോദിച്ചത് തമാശയായിട്ടല്ല. ഞാൻ എങ്ങനെ ഇവിടെ എത്തി? അവിനാഷിന്റെ സ്വരം കനത്തിരുന്നു. നിങ്ങളെ ഞാൻ തട്ടിക്കൊണ്ടുവന്ന് പാർപ്പിച്ചിരിക്കുകയാണെന്ന് കരുതിയോ? റസിയ ബാനു അവന്റെ നേർ കൊച്ചയിട്ടു. അവിനാഷ് ഒന്ന് തണുത്തു. എനിക്കൊന്നും ഓർമ്മ കിട്ടുന്നില്ല, അതാണ് ചോദിച്ചത്. അവിനാഷ് പിറുപിറുത്തു. രാത്രിയിൽ എന്റെ കൂടെ കഴിഞ്ഞതോർക്കുന്നില്ലേ? ഇല്ല, ഞാൻ ഏതോ അഗാധ ഗർത്തത്തിലേക്ക് പതിക്കുന്നതായാണ് അനുഭവപ്പെട്ടിരുന്നത്. അഗാധ ഗർത്തത്തിൽ തന്നെ, റസിയ ബാനു അശ്ലീലം കലർന്ന വിധത്തിൽ പറഞ്ഞു. ഇവളോട് ചോദിച്ചിട്ട് പ്രയോജനമില്ല. രാത്രി മുഴുവൻ എന്റെ ശരീരത്തിലൂടെ കിടന്നുരുളുകയായിരുന്നു. എന്നിട്ടിപ്പോൾ പറയുന്നു ഒന്നും അറിയില്ലെന്ന്. കള്ളൻ. ആ സമയത്ത് ഏത് ലോകത്തായിരുന്നു? സത്യം പറഞ്ഞാൽ എനിക്ക് ഒന്നും ഓർമ്മയില്ല. സുഖകരമായ അനുഭവമാണ് നിന്നോടൊപ്പം കിടക്കുന്നത്. റസിയ ബാനു ആർത്തി അടങ്ങാത്തതുപോലെ അവിനാഷിനെ ചുറ്റിപ്പിടിച്ചുകൊണ്ട് ചെവിയിൽ മന്ത്രിച്ചു. അവിനാഷ് അനങ്ങാതിരുന്നു. നിങ്ങളും മറ്റേ ഡോക്ടറും ഒരു കാറിൽ ഇവിടെ വന്നെത്തുകയായിരുന്നു, റസിയ ബാനു അറിയിച്ചു. കിഷോറിന്റെ വീട്ടിൽ നിന്നും കാറിൽ മടങ്ങിയതും റസിയുടെ മദ്യഷാപ്പിന് മുന്നിൽ നിർത്തിയതും മനസ്സിൽ തെളിഞ്ഞു. നിങ്ങൾ 2 പേർക്കും ഞാൻ മദ്യം വിളമ്പിത്തന്നു. കുറെ കഴിഞ്ഞ് മറ്റേ പുള്ളി നിങ്ങളെ എന്നെ ഏൽപ്പിച്ച് തിരിച്ചുപോയി, റസിയ ബാനു വ്യക്തമാക്കി. ശരിയാവാം, പക്ഷേ മറ്റ് സംഭവങ്ങളൊക്കെ എപ്പോൾ നടന്നു? ഫെമിഷയെ കാണാൻ പോയതും മറ്റും. റസിയ ബാനു പറയുന്നത് രാത്രി മുഴുവൻ അവളുടെ നഗ്നതയിൽ പറ്റിച്ചേർന്ന് കുസൃതിത്തരങ്ങൾ കാട്ടുകയായിരുന്നുവെന്ന്. എന്താണ് യാഥാർത്ഥ്യം? എന്തെങ്കിലും ആവട്ടെ. അഴിച്ചിട്ടിരിക്കുന്ന ഷർട്ട് എടുത്തണിഞ്ഞു. മേശപ്പുറത്ത് വെച്ചിരിക്കുന്ന പേഴ്സ് എടുക്കുമ്പോൾ അരികെ ഒരു വാച്ച് കണ്ടു. അവിനാഷ് അത് എടുത്തു നോക്കി. അതെ, അത് തന്റെ വാച്ച് തന്നെ. ആൻഡമാനിലേക്ക് വരുന്ന വഴി കേടായിട്ട് കടലിലേക്ക് വലിച്ചെറിഞ്ഞതായാണ് ഓർമ്മ. പിന്നെങ്ങനെ റസിയ ബാനുവിന്റെ മുറിയിലെത്തി? കഴിഞ്ഞ തവണ വന്നപ്പോൾ മറന്നുവെച്ചു പോയതാണ്, റസിയ ബാനു അറിയിച്ചു. കാണുകയും കേൾക്കുകയും ചെയ്യുന്ന കാര്യങ്ങൾ അറബിക്കഥയോട് സാമ്യമുള്ളത്. അവിനാഷ് പിറുപിറുത്തു.
കൊടുത്തു. വാച്ചിന് കുഴപ്പമൊന്നുമില്ല, അത് നന്നായി പ്രവർത്തിക്കുന്നുണ്ട്. കഴിഞ്ഞ തവണ വന്നപ്പോൾ മറന്നുവെച്ചത്. താൻ ഇവിടെയും നിത്യസന്ദർശകനാണോ? വിഭ്രമകരമായ അവസ്ഥയിലാണ് മനസ്സ്. യാഥാർത്ഥ്യം എന്താണ്, സ്വപ്നം എന്താണെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത സ്ഥിതിവിശേഷം. അനാമിക പറഞ്ഞതുപോലെ സുനേത്രയെ കാണണം. ദിവസം കഴിയുന്തോറും തകിടം മറിയുന്ന മനസ്സിന്റെ നിയന്ത്രണം പിടിച്ചെടുക്കണം. അതിന് സുനേത്രയുടെ സഹായം വേണം. റസിയ ബാനു രാത്രി വസ്ത്രം മാറ്റി ചുരിദാർ എടുത്തണിഞ്ഞു. ഇപ്പോഴും കാണാൻ ഭംഗിക്കുറവൊന്നുമില്ല. എന്താ ഇങ്ങനെ നോക്കുന്നത്? ലജ്ജ കലർന്ന മട്ടിൽ റസിയ ബാനു ചോദിച്ചു. അവിനാശ് ചിരിച്ചു. ഞാൻ ഇപ്പോ തന്നെ ചായ ഉണ്ടാക്കിക്കൊണ്ടുവരും. മുമ്പത്തെ പോലെ ഒന്നും പറയാതെ ഇറങ്ങിപ്പോയേക്കരുത്. അവൾ അതും പറഞ്ഞ് മുറിക്ക് വെളിയിലേക്ക് നീങ്ങി. എന്താണ് ചെയ്യുന്നത്, എങ്ങോട്ടാണ് പോകുന്നത് എന്നതിനൊന്നും ഒരു വ്യവസ്ഥയുമില്ലാതായിരിക്കുന്നു. തന്റെ ജീവിതം അരാജകത്വം നിറഞ്ഞതായിരിക്കുന്നു. അവിനാശ് കിടപ്പുമുറിയുടെ ജനാലയ്ക്കരികെ ചെന്നു. കർട്ടൻ വകഞ്ഞുമാറ്റി വെളിയിലേക്ക് നോക്കി. 3 നിലയുടെ മുകളിൽ നിന്നുള്ള പുറം കാഴ്ചകൾ. പോർട്ട് ബ്ലെയറിന്റെ മറ്റൊരു ദൃശ്യം. നഗരമുഖം ആഹ്ലാദം പകരുന്നില്ല. ദീർഘനിശ്വാസത്തോടെ ജാലകത്തിനരികെ നിന്നും നീങ്ങി കസേരയിൽ ചാരിയിരുന്നു. ആലോചിച്ചത് റസിയ ബാനുവിനെ കുറിച്ചാണ്. അവൾക്കെന്താണ് തന്നോടിത്ര പ്രിയം? മറ്റാരിലുമില്ലാത്ത വല്ല പ്രത്യേകതകളും തന്നിലുണ്ടോ? ഉള്ളത് കിറുക്ക് മാത്രമാണ്. റസിയെ താൻ പോർട്ട് ബ്ലെയറിൽ വന്നെത്തിയതു മുതൽക്കേ പരിചയമുണ്ട്. അവളുടെ മദ്യവിൽപ്പന കേന്ദ്രത്തിന്റെ മറ്റൊരു ഭാഗത്തുള്ള കെട്ടിടത്തിലെ ഇടുങ്ങിയ മുറിയിലാണ് അക്കാലത്തെ താമസം. അങ്ങനെയുള്ള പരിചയം വളർന്നു വന്നതാണ്. റസിയ ബാനു കണ്ണൂരുകാരിയാണ്. കല്യാണം കഴിച്ച് ഭർത്താവിനോടൊപ്പമാണ് പോർട്ട് ബ്ലെയറിലെത്തിയത്. 18-ാം വയസ്സിലാണ് കല്യാണം കഴിഞ്ഞത്. ഭർത്താവ് പോർട്ട് ബ്ലെയർ സ്വന്തമായി ചെറിയൊരു ഹോട്ടൽ നടത്തുന്നു. റസിയയും അയാളെ സഹായിക്കും. ഹോട്ടലിൽ നിത്യവും വരികയും പോവുകയും ചെയ്യുന്നവർക്കൊക്കെ റസിയ ബാനുവിനെയും പരിചയമാണ്. അവളുടെ ചെറുപ്പം നിറഞ്ഞ ശരീരം ഹോട്ടലിലെത്തുന്നവരുടെ എണ്ണം കൂട്ടാൻ കഴിഞ്ഞു. ഭർത്താവ് പണത്തിന് അത്യാവശ്യം വരുമ്പോൾ കടം വാങ്ങിയിരുന്നത് അല്ലറ ചില്ലറ മദ്യവിൽപ്പന നടത്തുന്ന കബീർ എന്നയാളിൽ നിന്നുമായിരുന്നു. കബീർ പണം ആവശ്യാനുസരണം നൽകിയിരുന്നത് റസിയ ബാനുവിനെ ഉദ്ദേശിച്ചു തന്നെയാണ്. കടം മൂക്കുമുട്ടയായപ്പോൾ തിരിച്ചു കൊടുക്കാൻ വഴിയില്ലാതെ വന്നു. കബീർ പണം ചോദിച്ചില്ല, പകരം റസിയ ബാനുവിനെ ചോദിച്ചു. വേറെ ഗതിയൊന്നും ഉണ്ടായിരുന്നില്ല. ഭർത്താവിനോടൊപ്പമുള്ള ജീവിതം അവൾക്കും വിരസമായി തീർന്നിരുന്നു. പോരാത്തതിന് കുട്ടികളുമില്ലായിരുന്നു. യാതൊരു എതിർപ്പും കൂടാതെ റസിയ ബാനു കബീറിനോടൊപ്പം ഇറങ്ങിച്ചെന്നു. പിന്നീട് ഭർത്താവിന്റെ അരികിലേക്ക് തിരിച്ചു ചെന്നിട്ടില്ല. കബീറിൽ നിന്നുമാണ് മദ്യവിൽപ്പനയുടെ ബാലപാഠങ്ങൾ അഭ്യസിച്ചത്. പിന്നെ കബീറുമായുള്ള ബന്ധവും എവിടെയോ വെച്ച് അവസാനിച്ചു. അതോടെ റസിയ ബാനു സ്വതന്ത്രയായി. അല്പം അനാശാസ്യ പ്രവർത്തനം, പിന്നെ രഹസ്യ മദ്യവിൽപ്പന. അങ്ങനെയായിരുന്നു തുടക്കം. 1-2 തവണ പോലീസ് കൈയോടെ പിടികൂടി. പേപ്പറിൽ വാർത്തയും വന്നു. ആളുകളൊക്കെ അറിഞ്ഞു. അതോടെ രഹസ്യ പ്രവർത്തനങ്ങളുടെ ആവശ്യമുണ്ടായില്ല. ലൈസൻസ് ലഭിച്ചതുപോലെയാണ് അവൾ സ്റ്റേഷനിൽ നിന്നും ഇറങ്ങിയത്. അവിടെ വെച്ച് നിയമപാലകരുമായും നല്ല ചങ്ങാത്തമായി. അവരുടെ മൗനസമ്മതത്തോടെയാണ് പിന്നീട് അങ്ങോട്ട് നീങ്ങിയത്. വലിയ കുഴപ്പങ്ങളില്ല. നിയമപാലകർക്ക് വേണ്ടത് അറിഞ്ഞുകൊണ്ട് നൽകുമ്പോൾ അവർ ഉപദ്രവിക്കാനൊട്ട് വരികയുമില്ല. റസിയ ബാനുവിന്റെ മേൽനോട്ടത്തിൽ 2-3 മദ്യശാലകളും അതിലും അധികം അനാശാസ്യ കേന്ദ്രങ്ങളും പ്രവർത്തിക്കുന്നുണ്ട്. മേലേക്കിടയിലെ രാഷ്ട്രീയക്കാരുമായി വരെ അവൾക്ക് അടുത്ത ബന്ധമാണ്. റസിയ ബാനു നടത്തുന്ന അനാശാസ്യ കേന്ദ്രത്തിലെ ഒരൊഴിഞ്ഞ മുറിയിലാണ് കുറച്ചു മുമ്പ് വരെ അവിനാശ് താമസിച്ചിരുന്നത്. അന്ന് ചെറിയ ഹോസ്പിറ്റലിലായിരുന്നു ജോലി. ഭർത്താവും കുട്ടികളും ഉണ്ടായിരുന്നെങ്കിൽ തനിക്കൊരിക്കൽ പോലും മനസമാധാനം കിട്ടില്ലെന്ന് മാത്രമല്ല, നിരന്തരം ചൂഷണത്തിന് വിധേയമായി അടുക്കളയുടെ കരിപുരണ്ട ചുവരുകൾക്കിടയിൽ ജീവിതം നരകിച്ചു തീരുമായിരുന്നുവെന്ന് അവൾ മുമ്പെപ്പോഴോ പറഞ്ഞത് ഓർമ്മ വന്നു. തന്റെ ശരീരം നല്ലൊരു വാണിജ്യ വസ്തുവാണെന്ന് തിരിച്ചറിഞ്ഞതാണ് അവളുടെ വിജയത്തിന് വഴിമരുന്നിട്ടത്. കുപ്രസിദ്ധി ആർജിച്ചപ്പോൾ തന്നെ അവൾ മറ്റു പെൺകുട്ടികളെ വെച്ച് വാണിജ്യ പ്രവർത്തനങ്ങൾ തുടങ്ങി. അങ്ങനെയൊക്കെയാണ് കഥകൾ. എന്താണ് ആലോചന? റസിയ ബാനു ചായയുമായി എത്തി. ഞാൻ നിന്നെക്കുറിച്ചാണ് ഓർത്തത്. അവിനാശ് അവളുടെ കയ്യിൽ നിന്നും ചായ വാങ്ങി കുടിച്ചുകൊണ്ട് പറഞ്ഞു. എന്നെക്കുറിച്ചോ? വളരെ നന്നായി പോയി. അതത്ര സുഖകരമായ കഥകളൊന്നുമല്ലല്ലോ. റസിയ ബാനു അതൊട്ടും ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത മട്ടിൽ പറഞ്ഞു. അവിനാശ് അവളെ മടിയിൽ ചേർത്തിരുത്തി. എന്താ പതിവില്ലാത്ത ശൃംഗാരഭാവം? റസിയ ബാനു അവന്റെ മടിയിൽ ചാഞ്ഞിരുന്നു കൊണ്ട് ചോദിച്ചു. ആരോരുമില്ലാതെ നീ എങ്ങനെ കഴിയുന്നു?
അവിനാഷ് ചോദിച്ചു. നിന്നെപ്പോലുള്ളവർ എൻ്റെ ഏകാന്തതയ്ക്ക് തുണയായി വരുമ്പോൾ പിന്നെ എനിക്ക് മടുപ്പ് തോന്നാറില്ല. റസിയ തുറന്നു പറഞ്ഞു. ഒരുപാട് പേരുണ്ടോ? എന്താ ചോദിച്ചെന്നേയുള്ളൂ. ഒരുപാടൊന്നുമില്ല, വിരലിലെണ്ണാവുന്ന ചിലർ. പഴയ ബന്ധങ്ങളൊക്കെ ഞാൻ വെട്ടിക്കുറച്ചു. മറ്റുള്ളവരെ പോലെയാണോ ഞാൻ? അല്ലെന്നു തീർച്ച. മറ്റുള്ളവർക്ക് എന്നെ കാണുമ്പോഴാണ് ആർത്തി, പക്ഷേ എനിക്ക് നിന്നെ കാണുമ്പോഴാണ്. അവൾ കുലുങ്ങി ചിരിച്ചു. അവിനാഷിന്റെ കയ്യിലെ ചായ ഗ്ലാസ് തുളുമ്പി. ഞാൻ ആരാണ്? യവന കഥയിലെ പോരാളിയോ? അവിനാഷ് സ്വയം പരിഹസിച്ചു. ചിലർക്ക് ചിലരോട് തോന്നുന്ന വല്ലാത്തൊരാകർഷണമുണ്ടല്ലോ, അതുപോലെ തന്നെ. അതിന് പ്രത്യേകിച്ച് ഒരു കാരണവും വേണ്ട. നിങ്ങൾ എൻ്റെ അടുത്ത ഒരാളെ പോലെ, എനിക്ക് വളരെ വേണ്ടപ്പെട്ടവനെ പോലെ തോന്നിക്കുന്നു. അതെന്തുകൊണ്ടാണെന്ന് മാത്രം ചോദിക്കരുത്, എനിക്കറിയില്ല. റസിയ ബാനുവിന്റെ സ്വരം നേർത്തു. അവിനാഷ് പിന്നെ അതേക്കുറിച്ചൊന്നും ചോദിച്ചില്ല. വാച്ചിലേക്ക് നോക്കി. സമയമായി, ഞാൻ പോവട്ടെ. അവിനാഷ് എഴുന്നേറ്റു. പോവുന്നതിന് മുൻപായി അവളുടെ ശരീരത്തെ ഇറുകെ പുണർന്നു. ഇടയ്ക്കൊക്കെ വരിക, മറന്നു പോകരുത്, അവൾ ഓർമ്മിപ്പിച്ചു. അവിനാഷ് മൂളി. ഒരോട്ടോയിൽ ഫ്ളാറ്റിലേക്ക് ചെന്നു. പ്രണോയുടെ കൺമുന്നിൽ തന്നെ ചെന്നു പെടുകയും ചെയ്തു. അവന്റെ മുഖത്ത് കള്ളച്ചിരി. റസിയ ബാനു വല്ലാതെ കഷ്ടപ്പെടുത്തിയോ? പ്രണോയ് ചോദിച്ചു. ഉത്തരമൊന്നും നൽകിയില്ല. അവിനാഷ് ബാത്റൂമിൽ കയറി വസ്ത്രങ്ങളൊക്കെ ഊരിമാറ്റി കുളിക്കാൻ ഒരുങ്ങുമ്പോഴാണ് ഡോർബെൽ മുഴങ്ങിയത്. ആരാണാവോ നിർത്താതെ മുഴങ്ങുകയാണ്. ദേഷ്യം വന്നു. ബാത്റൂമിൽ നിന്നും ഇറങ്ങിച്ചെന്ന് കതക് തുറന്നു. മുറി ക്ലീൻ ചെയ്യാൻ വന്ന പെണ്ണാണ്. അവിനാഷിനെ കണ്ട് അവൾ ലജ്ജിച്ചുകൊണ്ട് തിരിഞ്ഞോടി. അവിനാഷ് ഒന്നു പകച്ചു. അവൾ എന്താ ഓടിക്കളഞ്ഞത്? പിന്നെയാണ് തന്റെ ശരീരത്തിൽ തുണിയൊന്നുമില്ലെന്ന കാര്യം ഓർത്തത്. തല ചൊറിഞ്ഞുകൊണ്ട് വേഗം ബാത്റൂമിൽ ചെന്നു. ഡ്യൂട്ടിയിൽ പ്രവേശിക്കുന്നതിന് മുൻപ് ശൈലജ റാവുവിനെ ചെന്ന് കാണണം. സുനേത്ര തന്നെക്കുറിച്ച് നൽകുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാവും ഇനിയുള്ള കാര്യങ്ങൾ. സുനേത്ര തന്നെക്കുറിച്ച് എന്ത് റിപ്പോർട്ടായിരിക്കും അഡ്മിനിസ്ട്രേറ്റർക്ക് നൽകിയിരിക്കുക? അഡ്മിനിസ്ട്രേറ്ററുടെ മുറിയിലേക്ക് നടക്കുന്നതിനിടയിൽ ആലോചിച്ചു. അനുകൂലമല്ലാത്ത റിപ്പോർട്ടാണെങ്കിൽ മെല്ലെ കതകിൽ തട്ടി. അധ്യായം 18. അഡ്മിനിസ്ട്രേറ്റർ ശൈലജ റാവുവിന്റെ മുറിയിലേക്ക് കടന്നു. വരൂ, ഞാൻ നിങ്ങളെ പ്രതീക്ഷിച്ചിരിക്കുകയാണ്, ശൈലജ അറിയിച്ചു. അവരുടെ മുഖത്ത് പതിവുള്ള പ്രസന്നഭാവം കാണാഞ്ഞപ്പോൾ എന്തോ ഒരു പന്തികേടുണ്ടെന്ന് അവിനാഷിന് തോന്നി. സുനേത്ര നൽകിയ റിപ്പോർട്ട് ശൈലജയുടെ കയ്യിലുണ്ട്. അവിനാഷ് ഇരുന്നു. റിപ്പോർട്ടിലേക്കും പിന്നെ അവിനാഷിന്റെ മുഖത്തേക്കും ശൈലജയുടെ നോട്ടം അവിനാഷിന്റെ അസ്വസ്ഥത വർദ്ധിപ്പിച്ചു. ശൈലജ ഒന്നും പെട്ടെന്ന് പറയുന്നുമില്ല. സുനേത്ര തന്നെക്കുറിച്ച് നൽകിയ റിപ്പോർട്ട് തൃപ്തികരമല്ലെന്ന് തോന്നി. അങ്ങനെയാണെങ്കിൽ തന്റെ നിലയെന്താവും? വീണ്ടും പഴയ ക്ലിനിക്കിൽ അഭയം തേടേണ്ടി വരുമോ? ഡോക്ടർ ഹൃതികേഷുമായി ചെറുതായി നുടക്കിയിട്ടാണ് താൻ അവിടം വിട്ടത്. വീണ്ടും അങ്ങോട്ട് ചെല്ലുകയെന്ന് പറഞ്ഞാൽ അല്പം നാണക്കേടാണ്. പിന്നെ അയാളുടെ അധികാര പ്രയോഗം തന്റെ നേർക്ക് കർക്കശമാവുകയും ചെയ്യും. കപ്പൽ ജോലിയിലേക്കാവുമോ ഒടുവിൽ ചെന്നെത്തുക? ഹൈദ്രോസ് മരക്കാരുമായും ഉടക്കിലാണ്. അയാളോട് ചെന്ന് മാപ്പ് പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ എന്ന് അമീർ അബ്ബാസ് പറഞ്ഞിരുന്നു. ജീവിതം ഫാന്റസിയാണെന്ന് തോന്നുന്നുണ്ടോ? ശൈലജ റാവുവിന്റെ ചോദ്യം. ചിലപ്പോഴൊക്കെ, അവിനാഷ് പതിഞ്ഞ സ്വരത്തിൽ മറുപടി നൽകി. അതായത് ചുറ്റിലുമുള്ളവർ കാർട്ടൂൺ ക്യാരക്ടേഴ്സ് പോലെ പോരാതെ വരുമ്പോൾ പുതുതായി ഭാവനയ്ക്കനുസരിച്ച് സൃഷ്ടിച്ച് അതിലെ ഒരു കഥാപാത്രത്തെ പോലെ നീങ്ങുക, അങ്ങനെയല്ലേ? ശൈലജ അന്വേഷിച്ചു. അവിനാഷ് മറുപടി ഒന്നും നൽകിയില്ല. റിയാലിറ്റിയെ അത്രയേറെ ഭയപ്പെടുന്നുണ്ടോ? അങ്ങനെയൊന്നുമില്ല. പിന്നെ യാഥാർത്ഥ്യങ്ങൾ പൊരുത്തപ്പെടാൻ വയ്യാത്ത ചില സാഹചര്യങ്ങൾ ഉണ്ടാവാറുണ്ട്. അത് സത്യമാണ്. റിയാലിറ്റിയിൽ നിന്നുള്ള ഒളിച്ചോട്ടമല്ലേ നിങ്ങളെ ഫാന്റസിയിലേക്ക് എത്തിക്കുന്നത്? അപ്രതീക്ഷിതമായ ചോദ്യം. പക്ഷെ അവിനാഷിന് വ്യക്തമായ ഉത്തരമുണ്ടായിരുന്നു. കാരണം ഈ ചോദ്യം സ്വയം തന്നെ പലതവണ ചോദിച്ചിരുന്നതാണ്. എന്താ ഉത്തരമില്ലേ? ശൈലജ തിരക്കി. അത് യാഥാർത്ഥ്യത്തിൽ നിന്നുള്ള ഒളിച്ചോട്ടമല്ല. കോരിച്ചൊരിയുന്ന മഴയിൽ നനയാതിരിക്കാൻ ഒരു മേൽപ്പുരയ്ക്കു കീഴെ അഭയം പ്രാപിക്കുന്നത് പോലെ കൊടും വെയിലിൽ ആശ്വാസത്തിന് തണൽ മരങ്ങൾക്കു കീഴെ ആശ്വാസം കൊള്ളാൻ ശ്രമിക്കുന്നത് പോലെയുള്ള രക്ഷ തേടലാണ്, അവിനാഷ് അറിയിച്ചു. അത് കേട്ട് ശൈലജ റാവുവിന്റെ മുഖം തെളിഞ്ഞു. ശൈലജ ചിരിച്ചു. അത്രയും നേരത്തെ ഗൗരവഭാവം കൃത്രിമമായിരുന്നു. തന്നെ ഒന്ന് മെരുക്കാനുള്ള അടവ് അവിനാഷ് തിരിച്ചറിഞ്ഞു. സുനേത്ര ജോഷിയുടെ റിപ്പോർട്ടിൽ എന്നെക്കുറിച്ചുള്ള അഭിപ്രായം എന്താണ് എഴുതി ചേർത്തിരിക്കുന്നത്? അവിനാഷ് അറിയാൻ ആഗ്രഹിച്ചു. കോൺഫിഡൻഷ്യൽ റിപ്പോർട്ട് പരസ്യമാക്കാനുള്ളതല്ല. അതറിഞ്ഞതുകൊണ്ട് നിങ്ങൾക്ക് പ്രയോജനവുമില്ല, ശൈലജ റിപ്പോർട്ട് ഫയൽ അടച്ചു വെച്ചുകൊണ്ട് വ്യക്തമാക്കി. അവിനാഷ് പരുങ്ങി. അപ്പോൾ ഇനി ഞാൻ എന്തു ചെയ്യണം? വനവാസത്തിൽ
ഇറങ്ങിത്തിരിക്കട്ടെ? അവിനാശ് ചോദിച്ചു. അതിന്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. ശൈലജ പറഞ്ഞു. ഇവരാണെങ്കിൽ കാര്യങ്ങൾ തുറന്നു പറയുന്നുമില്ല. എന്തു ചെയ്യണം? ക്ഷമ പരീക്ഷിക്കുകയായിരിക്കുമോ? എന്നിട്ടും കുറേ നേരം കസേരയിലിരുന്നു. ഓക്കെ, ഡ്യൂട്ടിയിൽ പ്രവേശിച്ചോളൂ, ഒടുവിൽ ശൈലജ നിർദ്ദേശിച്ചു. ഇത് പറയാൻ ഇത്രയും ചുറ്റിവളയ്ക്കലിന്റെ ആവശ്യം വേണമായിരുന്നോ? അവിനാശ് കസേരയിൽ നിന്നും എണീറ്റു. പിന്നെ ഒരു കാര്യം ശൈലജ മറന്നുപോയതോർത്തെടുത്തു. എന്താ മാഡം? ഇടയ്ക്ക് സുനേത്ര ജോഷിയെ ചെന്നു കാണാൻ മറക്കരുത്. എന്തിന്? കാണുന്നതിൽ കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല. എങ്കിൽ അങ്ങനെ ചെയ്യുക. ശരി മാഡം. അവിനാശ് സമ്മതിച്ചു. അടഞ്ഞുകിടന്ന ഡോർ തുറന്ന് അവിനാശ് പുറത്തു കടന്നു. ആശ്വാസം തോന്നിയത് അപ്പോഴാണ്. പക്ഷെ അത് ദീർഘനേരം നീണ്ടു നിന്നതുമില്ല. ഇർഷാദ് ലത്തീഫ് ഹോസ്പിറ്റലിന്റെ ആളൊഴിഞ്ഞ ഭാഗത്ത് കാത്തു നിൽപ്പുണ്ടായിരുന്നു. മറ്റൊരു ഭീഷണിയുമായാണ് അയാൾ വന്നിരിക്കുന്നതെന്ന് അവിനാശ് തിരിച്ചറിഞ്ഞു. പക്ഷേ പഴയതുപോലെ ഭയന്ന് കീഴടങ്ങാനൊന്നും അവിനാശ് ഒരുക്കമല്ലായിരുന്നു. ഇർഷാദ് ലത്തീഫിനെ തറപ്പിച്ചു നോക്കി സംസാരിക്കാൻ ഒട്ടും താല്പര്യം കാട്ടാതെ അയാൾക്ക് മുന്നിൽ നിന്നും നടന്നു നീങ്ങി. നിക്ക്, ഇർഷാദ് ലത്തീഫ് പറഞ്ഞു. അവനിലെ അജ്ഞാത ശക്തി കുറഞ്ഞിരിക്കുന്നുവെന്ന് അവിനാശ് മനസ്സിലാക്കി. എന്തു വേണം? അവിനാശ് മുഴുവൻ വെറുപ്പും പ്രകടമാക്കിക്കൊണ്ട് ചോദിച്ചു. നീ പിന്നെയും ഫെമിഷയെ കാണാൻ ശ്രമിച്ചു അല്ലേ? ഇർഷാദ് ഇഷ്ടപ്പെടാത്ത മട്ടിൽ തിരക്കി. ഉത്തരം നൽകാതെ ഒഴിഞ്ഞു മാറുന്നത് ശരിയല്ല. അത് അവന് തൻ്റെ മേൽ കുതിര കയറാനുള്ള അവസരം ഒരുക്കി കൊടുക്കലാവും. അങ്ങനെ ഏതായാലും വേണ്ട. ഇവന് മൂക്കിൽ കയറിടേണ്ട സമയമായി. എനിക്കിഷ്ടമുള്ളവരെ ഞാൻ ചെന്നു കാണും. അത് ചോദിക്കാൻ നീ ആരാണ്? അവിനാശ് ഉറക്കെ ചോദിച്ചു. ഇർഷാദ് ഒന്ന് പരങ്ങി. നിനക്കിനിയും എന്നെ മനസ്സിലായിട്ടില്ലെന്ന് തോന്നുന്നു. അന്നു നിന്നെ കൊല്ലാതെ വിട്ടത് എൻ്റെ തെറ്റ്. എൻ്റെ വഴിയിൽ തടസ്സം നിൽക്കുന്നവർ ആരായാലും ഞാൻ കാര്യമാക്കില്ല. വെട്ടിക്കുഴിച്ചു മൂടും. വെറുതെ എന്നോട് കളിക്കാൻ വരേണ്ട. ഇർഷാദ് ലത്തീഫ് മുന്നറിയിപ്പ് നൽകി. വെറുതെ പേടിപ്പിക്കാതെ. നീ പറയുന്നത് കേട്ട് പേടിച്ച് നിന്റെ വാക്കുകൾ അക്ഷരം പ്രതി അനുസരിക്കാൻ ഞാൻ സ്കൂൾ വിദ്യാർത്ഥിയൊന്നുമല്ല. നീ ആരായാലും എനിക്കൊരു ചുക്കുമില്ല. സമയം കളയാതെ കടന്നു പോകുന്നുണ്ടോ? അവിനാശ് കൈ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു. ഇർഷാദ് ലത്തീഫ് ഞെട്ടി. ഇവന്റെ ഭാവമാറ്റം അവിനാശ് തിരിച്ചറിഞ്ഞു. നിനക്കിനിയും എന്നെ മനസ്സിലായിട്ടില്ലെന്ന് തോന്നുന്നു. അന്ന് നിന്നെ കൊല്ലാതെ വിട്ടത് എൻ്റെ തെറ്റ്. എൻ്റെ വഴിയിൽ തടസ്സം നിൽക്കുന്നവർ ആരായാലും ഞാൻ കാര്യമാക്കില്ല. വെട്ടിക്കുഴിച്ചു മൂടും. വെറുതെ എന്നോട് കളിക്കാൻ വരേണ്ട. ഇർഷാദ് ലത്തീഫ് മുന്നറിയിപ്പ് നൽകി. വെറുതെ പേടിപ്പിക്കാതെ. നീ പറയുന്നത് കേട്ട് പേടിച്ച് നിന്റെ വാക്കുകൾ അക്ഷരം പ്രതി അനുസരിക്കാൻ ഞാൻ സ്കൂൾ വിദ്യാർത്ഥി ഒന്നുമല്ല. നീ ആരായാലും എനിക്കൊരു ചുക്കുമില്ല. സമയം കളയാതെ കടന്നു പോകുന്നുണ്ടോ? അവിനാശ് കൈ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു. ഇർഷാദ് ലത്തീഫ് ഞെട്ടി. അവന്റെ ഭാവമാറ്റം അവിനാശ് തിരിച്ചറിഞ്ഞു. ഇർഷാദ് തന്റെ ഞെട്ടൽ മറച്ചു പിടിച്ച് വികൃതമായ ചിരിയോടെ അവിനാശിന്റെ തോളിൽ കൈവച്ചു. അവിനാശ് കൈ തട്ടി മാറ്റി. അമീർ അബ്ബാസ് സഹായത്തിനുണ്ടെന്ന് കരുതി നീ കളിക്കേണ്ട. അത് നിനക്ക് ആപത്താണ്. ഒരു കൊട്ട പണം കാണിച്ചാൽ ആരു പറഞ്ഞാലും അവൻ എന്തും ചെയ്യും, ഓർത്തോളൂ, ഇർഷാദ് ലത്തീഫ് വ്യക്തമാക്കി. പണം കണ്ടയുടൻ മനസ്സ് മാറാൻ എല്ലാവരും നിന്നെ പോലെയാണെന്ന് കരുതിയോ? ഞങ്ങൾ തമ്മിലുള്ള സൗഹൃദം പണത്തെ അടിസ്ഥാനപ്പെടുത്തിയതല്ല. അതൊന്നും നിന്നെ പറഞ്ഞു ബോധ്യപ്പെടുത്തേണ്ട കാര്യം എനിക്കില്ല താനും, അവിനാശ് കോപത്തോടെ അറിയിച്ചു. ഇർഷാദ് ലത്തീഫ് പരിങ്ങി. ഇവൻ തന്റെ വലയിൽ നിന്നും വെളിയിലേക്ക് ചാടിയിരിക്കുകയാണെന്ന് ഇർഷാദിന് മനസ്സിലായി. നീ ഇങ്ങനെ ഒച്ച വെച്ച് അലറിയതുകൊണ്ട് പ്രയോജനമൊന്നുമില്ല. ഫെമിഷയുടെ സമ്മതം ഉണ്ടായാലും ഇല്ലെങ്കിലും അവളെ ഞാൻ തന്നെ വിവാഹം കഴിക്കും, ഇർഷാദ് വെളിപ്പെടുത്തി. അത് സ്വയം അങ്ങ് തീരുമാനിച്ചാൽ മതിയോ? അവിനാശ് പരിഹാസത്തോടെ ചോദിച്ചു. വേറെ ആരുടെ സമ്മതം വേണം? ഫെമിഷയുടെ പിതാവിൻ്റേത്, മുഹമ്മദ് അൽ ഹുസൈൻ. അദ്ദേഹം ഞങ്ങൾ തമ്മിലുള്ള വിവാഹം തീരുമാനിച്ചതാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ മനസ്സ് മാറി. ഫെമിഷയുടെ ഇഷ്ടത്തിനനുസരിച്ച് നീങ്ങാൻ മുഹമ്മദ് അൽ ഹുസൈൻ തയ്യാറായിരിക്കുകയാണ്, അവിനാശ് പറഞ്ഞു. ഇർഷാദ് ലത്തീഫ് തെല്ലൊന്നമ്പരന്നു. മുഹമ്മദ് അൽ ഹുസൈൻ നീയുമായി ഒരു ഒത്തുതീർപ്പിന് തയ്യാറാവുകയോ? നല്ല കാര്യമായി പോയി. അത് വിശ്വസിക്കാത്ത മട്ടിൽ ഇർഷാദ് പുലമ്പി. സംശയമുണ്ടെങ്കിൽ പോയി ചോദിക്ക്. അതുകൊണ്ട് താൻ ഫെമിഷയ്ക്ക് വേണ്ടി സമയം പാഴാക്കേണ്ട. അവൾ എന്റേതാണ്, അവിനാശ് തറപ്പിച്ചു പറഞ്ഞു. എന്നെ ഒതുക്കിക്കൊണ്ട് മുഹമ്മദ് അൽ ഹുസൈൻ അങ്ങനെ ഒരു നാടകം കളിക്കുന്നുണ്ടെങ്കിൽ അതിനു തക്ക തിരിച്ചടി ഞാൻ നൽകും. ഞാനല്ലാതെ മറ്റൊരുത്തനും അവളെ വിവാഹം ചെയ്യില്ല. ഇർഷാദ് ലത്തീഫ് വാശിയിലായിരുന്നു. നീ ഇപ്പോൾ കളത്തിന് പുറത്താണ്. ഞാനും നീയും തമ്മിൽ ആവശ്യമില്ലാത്ത കാര്യത്തിന് തർക്കിക്കേണ്ടതില്ല. അവിനാശ് അതും പറഞ്ഞ് മുന്നോട്ട് നടന്നു.
പിറകെ തന്നെ ഇർഷാദ് ലത്തീഫും നീങ്ങി. നിന്നെപ്പോലെ കാശില്ലാത്തവന്റെ കൂടെ ഫെമിഷയെ പറഞ്ഞുവിടാൻ മുഹമ്മദ് അൽ ഹുസൈൻ മരമണ്ടനാണെന്ന് കരുതിയോ? ഇർഷാദ് ചോദിച്ചു. അത് അയാളോട് നേരിട്ട് ചോദിക്കുന്നതാവും നല്ലത്. അവിനാഷ് തിരിഞ്ഞു നോക്കാതെ നടക്കുന്നതിനിടയിൽ പറഞ്ഞു. അവളെ വിവാഹം കഴിക്കാൻ തനിക്കെന്താണ് യോഗ്യത? ഇർഷാദിന്റെ ചൊടിപ്പിക്കുന്ന ചോദ്യം കേട്ട് അവിനാഷ് നിന്നു. മറുപടി ഒന്നും നൽകാതെ ഇർഷാദിനെ തറപ്പിച്ചു നോക്കി. തനിക്ക് സ്വത്തുക്കളുമില്ല, സമ്പാദ്യങ്ങളുമില്ല, സ്വന്തമായിട്ട് ഒരു കൊച്ചു വീട് പോലുമില്ല. എവിടെ നിന്നോ വലിഞ്ഞു കയറി വന്നവൻ കൊട്ടാരതുല്യമായ വീട്ടിലെ സുന്ദരിയായ പെണ്ണിനെ സ്നേഹിച്ച് സാഹസികമായി അവളെ വിവാഹം കഴിക്കുന്ന ദരിദ്രനായ കാമുകന്റെ കഥകളൊക്കെ വെറുതെ സ്വപ്നം കണ്ട് എഴുതിക്കൂട്ടിയാൽ മതി. നല്ല കഥകളാവാം അത്, പക്ഷേ നല്ലൊരു ജീവിതമാകില്ല. ജീവിക്കണമെങ്കിൽ പണം തന്നെ വേണം, ജീവിത സൗകര്യങ്ങൾ വേണം. ഇതൊന്നുമില്ലാത്ത താൻ എങ്ങനെയാടോ ഒരു പെണ്ണിനെ സംരക്ഷിക്കുക? അതും എല്ലാവിധ സുഖസൗകര്യങ്ങളിലും ജീവിച്ച പെണ്ണ്. ഇടുങ്ങിയ കരിപിടിച്ച വാടക കെട്ടിടത്തിനകത്ത് ജീവിതകാലം മുഴുവൻ രാജകുമാരിയെ പോലുള്ള ഫെമിഷയെ കൊണ്ടുവന്നിരുത്താൻ തനിക്കൊട്ടും ലജ്ജയില്ലേ? ഒരു കാമുകൻ വന്നിരിക്കുന്നു, 4-ാം നാൾ അവൾക്കെല്ലാം മടുക്കും. പിന്നെ നിന്നെയും വിട്ട് അവൾ സുഖസൗകര്യങ്ങളിലേക്ക് തിരിച്ചു പോരും. ഇർഷാദ് ലത്തീഫിന്റെ കാഠിന്യമേറിയ വാക്കുകൾ. അവിനാഷ് തളർന്നു. അത്രയൊന്നും അവൻ കടന്നു ചിന്തിച്ചിരുന്നില്ല. ഒന്നുമില്ലാത്തവനാണ് താൻ. അങ്ങനെയുള്ള ഒരാളുടെ കൂടെ ഫെമിഷയെ പറഞ്ഞയക്കാൻ മുഹമ്മദ് അൽ ഹുസൈൻ തയ്യാറാവുകയില്ല. അത് മനസ്സിലാക്കാത്ത താനാണ് വിഡ്ഢി, അവിനാഷ് വിചാരിച്ചു. തന്നെ ഉപയോഗിച്ച് അയാളുടെ ശത്രുവിനെ തകർക്കാനുള്ള ചില ചതിപ്രയോഗങ്ങളാണ് മുഹമ്മദ് അൽ ഹുസൈൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതിൽ വീഴരുത്, അവിനാഷ് കരുതി. അവിനാഷിനെ മാനസികമായി തകർക്കാനുള്ള ശ്രമം വിജയിച്ചതിൽ ഇർഷാദ് ലത്തീഫ് ഉള്ളിൽ ചിരിക്കുകയായിരുന്നു. മനസ്സിന് ഉറപ്പില്ലാത്തവനെ കീഴ്പ്പെടുത്താൻ കൂടുതൽ ബലപ്രയോഗങ്ങൾ വേണ്ട. മുൻപുല പോലെ ചില വാക്കുകൾ മതി. അത് ഇർഷാദ് ലത്തീഫ് തിരിച്ചറിഞ്ഞിരുന്നു. അവിനാഷിന്റെ മനസ്സ് ദുർബലമാണ്. എന്തു പറഞ്ഞാലും ഉടൻ വിശ്വസിച്ചോളും. ഇർഷാദ് ലത്തീഫ് പോയി കഴിഞ്ഞു. എന്താ ചെയ്യുക? തിരിഞ്ഞു നോക്കിയപ്പോൾ പിറകിൽ സുനേത്ര ജോഷി. അവിനാഷ് ചിരിക്കാൻ ശ്രമിച്ചു, പക്ഷെ ചിരിയൊന്നും വന്നില്ലെന്ന് മാത്രം. ഞാൻ എല്ലാം കേട്ടു, സുനേത്ര അറിയിച്ചു. അവിനാഷ് പരുങ്ങി. കാര്യങ്ങളൊന്നും എനിക്ക് വ്യക്തമായി മനസ്സിലായില്ലെന്ന് മാത്രം. സുനേത്ര പറഞ്ഞു. അവൻ ഇർഷാദ് ലത്തീഫ്. ഓക്കെ, നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? സുനേത്ര മറ്റേ വിഷയം മനഃപൂർവ്വം അവഗണിക്കുന്ന മട്ടിൽ ചോദിച്ചു. ഒന്നുമില്ല. ഇതുപോലുള്ളവർ ഇടയിൽ കയറി വരുമ്പോഴാണ് കുഴപ്പങ്ങൾ, അവിനാഷ് ശോഭത്തോടെ പറഞ്ഞു. അതൊന്നും കാര്യമാക്കേണ്ട. അത്തരക്കാർ വരുമ്പോൾ ഇനി എൻ്റെ അരികിലേക്ക് കൊണ്ടുവരിക, പിന്നെ ഞാൻ കൈകാര്യം ചെയ്തോളാം. സുനേത്ര ഉറപ്പു നൽകി. അവിനാഷ് മൂളി. അവൻ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് ചെന്നു. പിന്നെ മറ്റെല്ലാം മറന്നു. ഓപ്പറേഷനു തയ്യാറായി. രോഗി കിടപ്പുണ്ട്. ചെറിയൊരു ശസ്ത്രക്രിയയാണ്. ഉത്കണ്ഠപ്പെടാനൊന്നുമില്ല. എല്ലാം വേണ്ട വിധത്തിൽ ചെയ്തു തീർത്ത് ഡ്യൂട്ടി റൂമിൽ തിരിച്ചെത്തുമ്പോൾ അവിടെ പ്രണോയും അജയ് ഘോഷുമുണ്ട്. അജയ് ഘോഷിനെ അത്ര പരിചയം പോരാ. കണ്ടപ്പോൾ പരസ്പരം അറിയാവുന്ന മട്ടിൽ ചിരിച്ചു. നമ്മുടെ മഞ്ജുവിനെ വിവാഹം കഴിക്കാൻ പോകുന്നത് അജയ് ഘോഷാണ്, പ്രണോയ് പരിചയപ്പെടുത്തി. അവിനാഷ് ഞെട്ടി. കിഷോറിന്റെ ഭാര്യ മഞ്ജുലെ വിവാഹം ചെയ്യാൻ പോകുന്നയാൾ. ഈ വിവാഹം തടയാനാണ് കിഷോർ തന്നോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അയാൾക്ക് പ്രായം കുറച്ച് കൂടുതലാണ്. ഭാര്യ മരിച്ചിട്ട് കുറച്ചു കാലമായി. 2 കുട്ടികളുണ്ട്. മഞ്ജുളയെ കാണാൻ തരക്കേടില്ലാത്ത പെണ്ണാണ്. വയസ്സും അധികമില്ല. മധ്യവയസ്കനായ മനുഷ്യനെ അവൾ എങ്ങനെയാണ് ഇഷ്ടപ്പെട്ടത്? വിവാഹത്തിന് അവളെ ആരെങ്കിലും നിർബന്ധിച്ചു കാണുമോ? അവിനാഷ് സ്വയം ചോദിച്ചു. കിഷോറിന് ഇഷ്ടമല്ലാത്ത വിവാഹം, അതിൽ നിന്നും അവരെ പിന്തിരിപ്പിക്കാൻ തന്റെ സഹായം തേടിയിരിക്കുന്നു. മരിച്ചു കഴിഞ്ഞാലും ചിലർ ജീവിതത്തോടൊട്ടിച്ചേർന്ന് നിൽക്കും. അവരുമായി ബന്ധപ്പെടുന്ന കാര്യങ്ങളിൽ ഇടപഴകാൻ അദൃശ്യനായി ശ്രമിച്ചുകൊണ്ടേയിരിക്കും. അവിനാഷ് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ എന്തെങ്കിലും അജയ് ഘോഷിനോട് പറഞ്ഞേക്കുമോ എന്ന ഭയം കാരണം പ്രണോയ് അയാളെയും കൂട്ടി വേഗത്തിൽ റൂമിൽ നിന്നും പുറത്തേക്ക് നീങ്ങി. അത് അവിനാഷ് മനസ്സിലാക്കുകയും ചെയ്തു. ഞാൻ ആരോടും ഒന്നും പറയാൻ പോകുന്നില്ല, അവിനാഷ് പിറുപിറുത്തു. പക്ഷെ കിഷോർ ഒഴിയാബാധ പോലെ പിന്നാലെ കൂടിയിരിക്കുകയാണ്. അടുത്ത ഭാഗം നാളെ.